വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏവർക്കും ആദ്യമേ തന്നെ നമസ്കാരം നേരുകയാണ്. ഈ വയനാടിൻ്റെ മഞ്ഞ് പുതഞ്ഞ ഈ ഡിസംബർ മാസത്തിൽ ഇങ്ങനെ ഒരു കാവ്യസന്ധ്യ അല്ലെങ്കിൽ കവിത പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സായാഹ്നം തീർച്ചയായിട്ടും അത് വളരെ മനോഹരമാണ്. ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ വീരാൻകുട്ടി മാഷും അറിയായിരുന്നു, ഇത് കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ ഇത്രയും അടുത്തിരിക്കുന്ന ഒരു അനുഭവം നല്ലതാണ്. പൊതുവെ ഞങ്ങളും നിങ്ങളും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വേർതിരിവ് പലപ്പോഴും പല സെഷനിൽ വരുമ്പോഴും ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇരിപ്പ് വശം കൊണ്ട്. പക്ഷെ കവിത എന്നും ഇങ്ങനെ ആയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളിരിക്കുക. കവിത ഉള്ളിടത്തൊക്കെ ഇങ്ങനെ ഒരു കൂടിയിരിപ്പും ഉണ്ടാകും. കാരണം അതിലൊരു ജനാധിപത്യ ബോധമുണ്ട്. ആ ജനാധിപത്യ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കവിത അപകടകരമായ ഒരു അടിയിലേക്ക് പോകുന്നു എന്ന ഒരു സൂചന കൂടിയാണ് അത് തരിക. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് നല്ല ഒരു സായാഹ്നമാണ്. കവിതയിലൂടെ നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു, കുറച്ചുകൂടി സൗഹൃദങ്ങൾ നമ്മൾ സ്ഥാപിക്കുന്നു. അതിലുപരി എൻ്റെ ഒരു ആശംസ, ഇതൊരു ബുദ്ധിയുടെ ഭാരമില്ലാത്ത ചർച്ചയായി തീരട്ടെ എന്നുള്ളതാണ്. കാരണം കവിത ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ട ഒരിടമാണ്, അല്ലെങ്കിൽ ഒരു മാധ്യമമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു അനുഗ്രഹം എന്ന പോലെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നവരെല്ലാം അത്തരത്തിൽ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരായതുകൊണ്ട് തന്നെ കവിതയിൽ കുറിച്ചുള്ള ഭാവി വർത്തമാനങ്ങൾ വളരെ ഭംഗിയാകും എന്നാണ് വിചാരിക്കുക. തീർച്ചയായിട്ടും അതിൽ വീരാൻകുട്ടി മാഷിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കവിതയുടെ ഒരു ആധ്യാത്മികത നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, ഞാനൊരു വൈദികനായതുകൊണ്ട് സോക്കോൾഡ് ആധ്യാത്മികത എന്ന് അതിനെ തെറ്റിദ്ധരിക്കരുത്, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കവിതയുടെ ഒരു ആധ്യാത്മികത, കുറച്ചു മുമ്പേ സാർ അവിടെ സംസാരിച്ചപ്പോൾ ധ്യാനം എന്നൊരു വാക്ക് ഉപയോഗിച്ചു. കവിതയുടെ ധ്യാനത്തെക്കുറിച്ച് അദ്ദേഹം അപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള സോക്കോൾഡ് ധ്യാനമല്ല. കാരണം ഈ വാക്കിനൊക്കെ ഒരു ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ പലപ്പോഴും. അപ്പോൾ അതിനെക്കുറിച്ചല്ല പറയുക, ഒരു ആധ്യാത്മികത, ഒരു സ്വസ്ഥത. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുമ്പോഴുള്ളൊരു സന്തോഷം അത് തന്നെയാണ്. ഇതിനെന്തോ ഒരു നിശബ്ദതയുണ്ട്. ആ നിശബ്ദത കവിതയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ള ഒരു ആവലാതി ഈ കാലത്ത് ഉയർന്നു വരുന്നുണ്ട്. അപ്പം സാറിപ്പോൾ ചോദിക്കുകയായിരുന്നു, ഇവിടെ അധികം കവികളില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അല്ല വായനക്കാരാണല്ലോ കൂടുതൽ എന്ന് പറഞ്ഞപ്പോൾ പ്രീത ടീച്ചർ പറയുമായിരുന്നു, ഞങ്ങളെല്ലാവരും കവികളാണ്. ശരിയാണ്, അതാണ് ഉത്തരാധുനികതയുടെ വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന, ഈ മുമ്പിലിരിക്കുന്ന പ്രായമായ അമ്മച്ചിമാർ പോലും കവിത എഴുതുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ പറയുന്നത് കവിതയാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് കവിതയുടെ ജനാധിപത്യം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഇവരെ ഒരു മോഡറേറ്റർ എന്ന നിലയിൽ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. അവരുടെ കവിതകൾ കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങൾക്കുള്ള കവിതയെക്കുറിച്ചുള്ള ഭാവി സ്വപ്നങ്ങളും ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഒപ്പം തന്നെ കവിതയെക്കുറിച്ചുള്ള വിഭിന്നങ്ങളായ ചർച്ചകളിലേക്ക്, നമുക്ക് ആരോഗ്യകരമായ ചർച്ചയിലേക്ക് നമുക്ക് വഴിതെളിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഞാനിങ്ങനെ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. റെനെ മരിയ റിൽക്കെ, അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായൊരു ഗ്രന്ഥമെന്ന് പറയാൻ പറ്റില്ല, ഫ്രാൻസ് കുപ്പെ എന്ന് പറയുന്ന കാവ്യാന്വേഷിയായ ഒരു മനുഷ്യനുമായിട്ട് നടത്തുന്ന കത്തിടപാടിൻ്റെ ഒരു സമാഹാരം. അത് നിങ്ങൾക്കറിയാം, സാഹിത്യത്തിലെ ബൈബിൾ എന്നൊക്കെ അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യ സൃഷ്ടി. അതിൽ ഫ്രാൻസ് കുപ്പെ എന്ന് പറയുന്ന യുവകവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു കവിത എഴുതണമെങ്കിൽ എന്തു ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു കവിത എഴുതി തുടങ്ങേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് കവിത എഴുതാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കവിത എഴുതരുത്. വീണ്ടും അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് വീണ്ടും കവിത എഴുതണമെന്ന് തോന്നുകയാണെങ്കിലും നിങ്ങൾ കവിത എഴുതരുത്. മൂന്നാമതും റിൽക്കെ പറയുകയാണ്, നിങ്ങൾക്ക് കവിത എഴുതണമെന്ന് വീണ്ടും തോന്നിയാലും നിങ്ങൾ കവിത എഴുതരുത്. നിങ്ങൾക്ക് കവിത എഴുതിയില്ലെങ്കിൽ ഇനി നിക്കക്കള്ളിയില്ല എന്ന് തോന്നുന്ന ഒരു അവസരത്തിൽ മാത്രം എഴുതി തുടങ്ങുക. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത്തരത്തിൽ നിക്കക്കള്ളി ഇല്ലാത്ത ഒരു അവസരത്തിൽ കവിത എഴുതി തുടങ്ങി. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുമായിട്ടൊരു ചോദ്യം ചോദിച്ചപ്പോഴൊക്കെ, ഇവരുമായിട്ട് ഫോണിലൊക്കെ സംഭാഷണം നടത്തിയപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ അങ്ങനെ ഒരു മെയിൻ സ്ട്രീമിലോ അല്ലെങ്കിൽ ഒരു ബഹളമുള്ള ഇടങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെടുന്നവരല്ല. പക്ഷേ ഇതിൽ വീട്ടിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരുണ്ട്, അധ്യാപികമാരുണ്ട്, അല്ലെങ്കിൽ മറ്റു വിധത്തിൽ പ്രസാധകനുണ്ട്, ഒരു വൈദികനുണ്ട്. പക്ഷെ ഞാനും അടിസ്ഥാനപരമായിട്ട് കവിതയോട് താല്പര്യമുള്ള, കവിത എഴുതുന്ന വ്യക്തിയാണ്. അപ്പം എന്തുകൊണ്ടാണ് എഴുതുന്നത് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഉത്തരം. നിക്കക്കളി ഇല്ലാത്ത സമയത്തിൽ എഴുതി പോകുന്നു.
ചില കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളിച്ച് വെച്ച് പൊറുതി മുട്ടുമ്പോൾ ഇതൊന്ന് പറഞ്ഞ് പുറത്തറിയിക്കണ്ടേ, ഒരു കഥാർസീസ് അനുഭവം ഉണ്ടാവണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ എഴുതുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സദസ്സിനെ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു നിരയെ കിട്ടിയിരിക്കുന്നു എന്നത് വലിയൊരു ഭാഗ്യമാണ്. വീരാൻകുട്ടി മാഷിൽ നിന്ന് ആരംഭിക്കുകയാണ്. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം പരിചയപ്പെടുത്തിയാൽ അത് അധികപ്പറ്റാണ്. എങ്കിലും മലയാളത്തെ ഇത്രമാത്രം ലൈവായി, പ്രത്യേകിച്ച് പുതുതലമുറയെ ഇത്രമാത്രം കവിതയോട് ചേർത്ത് നിർത്തുന്നതിൽ വലിയ നിർണായക സ്വാധീനം ചെലുത്തുന്ന വീരാൻകുട്ടി മാഷ് അധ്യാപകനാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല. മിണ്ടാപ്രാണി പോലെയുള്ള കവിതകൾ, മൺവീർ പോലെയുള്ള കവിതാ സമാഹാരങ്ങൾ അങ്ങ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു നിര. കവിതകളുടെ പുസ്തകം എന്നതിനേക്കാൾ കവിതകൾ കൊണ്ട് അത് വലിയൊരു ലോകം സൃഷ്ടിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷ്മാർത്ഥങ്ങളിലേക്ക് പോകുന്ന, ഞാൻ പറഞ്ഞ പോലെ സോക്കോൾഡ് ആധ്യാത്മികതയല്ല എങ്കിലും ആധ്യാത്മികതയുടെ നനുത്ത സ്പർശമുള്ള സാന്ദ്രതയുള്ള കവിതകൾ കൊണ്ട് ശ്രദ്ധേയനായ വീരാൻകുട്ടി മാഷ്. അതോടൊപ്പം തന്നെ ഈ വേദിയെ ധന്യമാക്കുന്ന അടുത്ത ആൾ പ്രിയദർശിനിയാണ്. ഓർമ്മയിൽ ഒളിപ്പിച്ച മറവികൾ, വയലറ്റ് നിറമുള്ള ഉമ്മകൾ, ആത്മഹർഷങ്ങളുടെ കാവേരി, പീലിയുടെ ആകാശം തുടങ്ങിയ സാഹിത്യകൃതികളിലൂടെ അവർ സുപരിചിതയാണ്. അധ്യാപികയാണ് അവർ. ഇതിനകം തന്നെ സാഹിത്യരംഗത്ത് മികവിനുള്ള പുരസ്കാരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആൽബങ്ങളും ലളിതഗാനങ്ങളും ഒക്കെ എഴുതുന്ന വ്യക്തിയാണ്. അടുത്തയാള് സിന്ധു ഷിബുവാണ്. എഴുത്തിടങ്ങളിൽ അദ്ദേഹം സിന്ധു ചെന്നലോട് എന്നാണ് അറിയപ്പെടാൻ ആഗ്രഹമെന്നാണ് എനിക്ക് എഴുതി തന്നിരിക്കുന്നത്. ഒരു കാവ്യസമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഴിയാക്കൂട്ട് എന്നാണ് ആ സമാഹാരത്തിൻ്റെ പേര്. 2021 ഡിസംബറിലാണത് പ്രകാശിതമായത്. എടവക പഞ്ചായത്തിലും തരിയോട് പഞ്ചായത്തിലും ജനപ്രതിനിധിയായിട്ട് ഒരു ജനപ്രതിനിധി കൂടി നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നത് നമുക്ക് രാഷ്ട്രീയമായ ഒരു സ്വാധീനം കൂടെ കവികൾക്കിടയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷീമ മഞ്ചാനാണ് അടുത്ത വ്യക്തി. അദ്ദേഹം വയനാട് പനമരം സ്വദേശിയാണ്. തോൽപ്പെട്ടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ മലയാളം അധ്യാപികയാണ്. 2 പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ക്രമം തെറ്റിയ പീരീഡ്, ചൂര്, ദേശാഭിമാനി, കലാകൗമുദി തുടങ്ങിയ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കവിത എഴുതി വരുന്നു. വരേണ്ടിയിരുന്ന മറ്റൊരാൾ റഹീമ വാളാടാണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. മാതൃഭൂമി വിഷുപ്പതുവിൻ്റെ കവിതാ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ്. ആനുകാലികങ്ങളിൽ കവിത എഴുതി ശ്രദ്ധിക്കപ്പെട്ടു വരുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ ഈ പരിപാടിയോട് ചേരുമെന്ന് വിചാരിക്കുകയാണ്. അടുത്തത് അരുണിമ നാരായണൻ ആലഞ്ചേരിയാണ്. കവി, ചിത്രകാരി, അധ്യാപിക എന്നീ നിലകളിൽ വളരെ പ്രസിദ്ധിയായി കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഒരു പ്രദർശനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? തുടങ്ങി. നമ്മുടെ ലളിതകലാ അക്കാദമിയുടെ ഹാളിൽ ചിത്ര പ്രദർശനം തുടങ്ങിയിട്ടുണ്ട്. വിശ്വഭാരതി സർവകലാശാല, ശാന്തിനികേതൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബിരുദാനന്തര ബിരുദം ചിത്രകലയിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആർട്ടിസ്റ്റായിട്ട് അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാതൃഭൂമി, പച്ചക്കുതിര, ദേശാഭിമാനി തുടങ്ങിയ പ്രസിദ്ധങ്ങളായ ആനുകാലികങ്ങളിൽ കവിത എഴുതുന്നു. മറ്റൊരു വ്യക്തി ഈ കൂട്ടത്തിലുള്ളത് അനിൽ കുറ്റിച്ചിറയാണ്. അദ്ദേഹം എറണാകുളംകാരനാണ് ജന്മം കൊണ്ട്. കോണക്കൂരിലാണ് അദ്ദേഹം ജനിച്ചത്. കുറേ കാലം ഡൽഹിയിൽ ജോലി ചെയ്തു. അതിനുശേഷം സമയമാനസം എന്ന് പറയുന്ന ഒരു സമാന്തര മാസികയുടെ പ്രസാധകനായി കടന്നു വന്നു. ഇപ്പോൾ വയനാട്ടിലെ തന്നെ വളരെ പ്രസിദ്ധമായ നീർമാതളം ബുക്സിൻ്റെ പ്രസാധകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. കവിതയിലൂടെ വേറിട്ട സഞ്ചാരങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. ഇവരെ ഇത്രയും പരിചയപ്പെടുത്തിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക്, നമുക്ക് ചർച്ചയിലേക്ക് വരാം, കവിതയിലേക്ക് വരാം. ആദ്യം തന്നെ ഞാൻ വീരാൻകുട്ടി മാഷിന് മൈക്ക് കൈമാറുകയാണ്. കാരണം ഈ കൂട്ടത്തിൽ ഏറെ ദൂരം കവിതയുടെ വഴിയിലൂടെ വേറിട്ട രീതിയിൽ സഞ്ചരിച്ച വ്യക്തി എന്ന നിലയിൽ കവിതയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു തുടങ്ങും. അദ്ദേഹത്തിൻ്റെ കവിത കേൾക്കുകയും ചെയ്യാം. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, വയനാട്ടിൽ കവിതയ്ക്ക് എപ്പോഴും ഒരു വളക്കൂറുള്ള മണ്ണുണ്ട്. നന്നായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര്, അതിൽ പലരും ഈ വേദിയിലുണ്ട്. കവിതയെ ശ്രദ്ധിക്കുന്ന നല്ലൊരു വായനാ സമൂഹമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊരു സദസ്സിൻ്റെ മുന്നിൽ കവിത ചൊല്ലിക്കൊണ്ട്, കവിതയെക്കുറിച്ച് ചെറുതായിട്ട് സംസാരിച്ചുകൊണ്ട്, കവിതയുടെ ഒരു അന്തരീക്ഷത്തിൽ കുറച്ചു നേരം കഴിയുന്നതിൽ ഇവരോടൊപ്പം ചേർന്നൊരു വലിയ ആത്മഹർഷം ഞാൻ അനുഭവിക്കുന്നു. ദീർഘമായിട്ട് കവിതയെക്കുറിച്ചൊന്നും സംസാരിക്കാതെ കവിത ചൊല്ലാനാണ് ഈ സമയം. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കവിത എന്നോട് ചോദിച്ചാൽ, പ്രസിദ്ധീകരിക്കാത്ത എൻ്റെ ഒരു പുതിയ കവിത കൊണ്ട് ഞാനത് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. കവികൾ ഇല്ലാത്തതിനാൽ എന്നാണ് ആ കവിതയുടെ പേര്. കവികൾ ഇല്ലാത്തതിനാൽ. കരച്ചിൽ എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്. കരച്ചിൽ എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്.
വീഴുമ്പോൾ മരം, അരയുമ്പോൾ ഉറുമ്പുകൾ, ചൂണ്ടയിൽ പെടുമ്പോൾ മീനുകൾ. വീഴുമ്പോൾ മരം, അരയുമ്പോൾ ഉറുമ്പുകൾ, ചൂണ്ടയിൽ പെടുമ്പോൾ മീനുകൾ. അവർക്കിടയിൽ കവികളില്ലാത്തതിനാൽ നാം അത് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. അവർക്കിടയിൽ കവികളില്ലാത്തതിനാൽ നാം അത് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. കവിതയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെല്ലാം ആ കവിതയിലുണ്ട്. വേറൊരു കവിത കൂടി അതിനോട് ചേർത്ത് വായിച്ചാൽ അത് പൂർത്തിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കവിതയിലൂടെ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞൊരു കവിത ഞാൻ അടുത്ത് എഴുതിയത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരെയുണ്ടായി. പുതിയ പുസ്തകത്തിൽ അത് വരുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അടച്ചിട്ട മുറിയിൽ അധികം നേരം, എല്ലായ്പ്പോഴും അല്ല, കഴിയാൻ പറ്റാതെ വരിക. തിയേറ്ററിനകത്ത് ചിലപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് കടക്കണമെന്ന് തോന്നലുണ്ടാവും. അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നം. അത് ഇപ്പോഴത്താണ് അത് ഈ ക്ലോസ്ട്രോഫോബിയയുടെ ഭാഗമാണെന്ന് മനസ്സിലായത്. അപ്പം അതിനെക്കുറിച്ചൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. അകത്ത് പെട്ടുപോയതിൻ്റെ ആധിയുമായാണ് എപ്പോഴും നടപ്പ്. അകത്ത് പെട്ടുപോയതിൻ്റെ ആധിയുമായാണ് എപ്പോഴും നടപ്പ്. അടച്ചിട്ട മുറികളിൽ നിന്ന് എളുപ്പം പുറത്ത് കടക്കുന്നു. ഇടുക്കമുള്ള കുപ്പായം ധൃതിപ്പെട്ടഴിക്കുന്നു. തുരങ്കത്തിലെ ക്യൂവിൽ നിന്ന് വിഭ്രാന്തിയോടെ പിൻവാങ്ങുന്നു. ശുചിമുറി കൊളുത്തിടാതെ വെച്ചതിന് കേട്ട തെറിക്ക് കണക്കില്ല. ശുചിമുറി കൊളുത്തിടാതെ വെച്ചതിന് കേട്ട തെറിക്ക് കണക്കില്ല. ചുമർ മുഴുവൻ വാതിലുള്ള വീടാണ് സ്വപ്നത്തിൽ. ചുമർ മുഴുവൻ വാതിലുള്ള വീടാണ് സ്വപ്നത്തിൽ. ഒരു പ്രസ്ഥാനത്തിലും അധികകാലം തുടർന്നില്ല. ഒരു പ്രസ്ഥാനത്തിലും അധികകാലം തുടർന്നില്ല. തുറസിനെ കുറിച്ച് എഴുതിയ കവിതയിൽ നിന്ന് കുറ്റിയും പൂട്ടും ഇളക്കി മാറ്റുന്നു. ശവപ്പെട്ടിയിൽ നിന്ന് വേഗം കണ്ണെടുക്കുന്നു. കല്ലറ പേടിച്ച് മരിക്കാതിരിക്കുന്നു. ശവപ്പെട്ടിയിൽ നിന്ന് വേഗം കണ്ണെടുക്കുന്നു. കല്ലറ പേടിച്ച് മരിക്കാതിരിക്കുന്നു. ഇപ്പോഴുള്ളത് ഒരേ ഒരു പ്രാർത്ഥന. ഇപ്പോഴുള്ളത് ഒരേ ഒരു പ്രാർത്ഥന. വേണ്ടി വന്നാൽ പെട്ടെന്ന് തുറക്കാൻ പാകത്തിൽ ഏതു വാതിലിനും ഇണങ്ങുന്ന വാക്കിൻ്റെ ഒരു താക്കോൽ. ഇപ്പോഴുള്ളത് ഒരേ ഒരു പ്രാർത്ഥന. വേണ്ടി വന്നാൽ പെട്ടെന്ന് തുറക്കാൻ പാകത്തിൽ ഏതു വാതിലിനും ഇണങ്ങുന്ന വാക്കിൻ്റെ ഒരു താക്കോൽ. ഇപ്പം ഈ എന്താണ് എനിക്ക് കവിത എന്നുള്ളതിന് ഉത്തരമാണ് ഞാൻ പെട്ടുപോയ വ്യവസ്ഥയുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഒക്കെ അകത്തു നിന്ന് എനിക്ക് പുറത്ത് കിടക്കാനുള്ള വാക്കിൻ്റെ ഒരു താക്കോലാണ് കവിത എന്ന് പറയുന്നത്. ഈ വേറൊരു കവിത ഞാൻ നമുക്കൊക്കെ അറിയാം. രാവിലെ പട്ടണങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, നഗരത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ടാവും. ചൂലിൻ്റെ പാടുകൾ മാത്രം നമ്മൾ കാണും. ആരാണത് വൃത്തിയാക്കിയത് നമുക്കറിയില്ല. കാരണം നമ്മൾ നഗരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അവരുടെ ചൂലിൻ്റെ ആ അടയാളം മാത്രം ബാക്കിയാവും. ഒരു നിമിഷം ആലോചിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ നഗരങ്ങളും പട്ടണങ്ങളും എല്ലാ ദിവസവും കാലത്ത് ഇങ്ങനെ വൃത്തിയാക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതാര് ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൂടാ. അവരെക്കുറിച്ച് ആരെങ്കിലും കവിത എഴുതിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഈ ഒരു അനുഭവത്തിൽ നിന്നൊരു കവിത എഴുതാൻ ശ്രമിച്ചു. ഇപ്പം അടുത്താണ് എനിക്കത് ഏതാണ്ടൊന്ന് അതുപോലെ എഴുതാൻ സാധിച്ചത്. മായ്ച്ച എഴുത്ത് എന്നാണ് ആ കവിതയുടെ പേര്. മായ്ക്കുക, എഴുതുക, മായ്ക്കുക, എഴുതുക. ലോകത്തെങ്ങുമുള്ള നഗരത്തെരുവുകളെ എന്നും കാലത്ത് തൂത്തുവാരി വെടിപ്പാക്കുന്നവർ ചൂലുകൊണ്ടെഴുതുന്ന കവിത പോലെ ഒന്ന് വായിച്ചിട്ടില്ല ഇന്നേ വരെ. ലോകത്തെങ്ങുമുള്ള നഗരത്തെരുവുകളെ എന്നും കാലത്ത് തൂത്തുവാരി വെടിപ്പാക്കുന്നവർ ചൂലുകൊണ്ടെഴുതുന്ന കവിത പോലെ ഒന്ന് വായിച്ചിട്ടില്ല ഇന്നേ വരെ. ആ വരികളുടെ പൂർണ്ണതയിൽ തൃപ്തി വന്നിട്ടില്ല അവർക്കിന്നോളം. ആ വരികളുടെ പൂർണ്ണതയിൽ തൃപ്തി വന്നിട്ടില്ല അവർക്കിന്നോളം. അതിനാൽ എന്നും കാലത്ത് അവരത് മായ്ച്ചെഴുതുന്നത് തുടരുന്നു. അതിനാൽ എന്നും കാലത്ത് അവരത് മായ്ച്ച് എഴുതുന്നത് തുടരുന്നു. ഇനി ഒന്ന് രണ്ട് ചെറിയ കവിതകൾ വായിക്കാം. വീറ എന്ന് പറഞ്ഞൊരു കവിത. അത് വായിക്കാം. അക്ഷമ എന്നൊരു കവിത വായിക്കാം. അക്ഷമ. കമിഴ്ന്ന് വീഴാൻ പഠിച്ച ദിവസം. കമിഴ്ന്ന് വീഴാൻ പഠിച്ച ദിവസം. ഈ കവിതകളൊന്നും എവിടെയും പ്രസിദ്ധീകരിക്കാത്ത കവിതകളാണ് കേട്ടോ വായിക്കുന്നതൊക്കെ. കമിഴ്ന്ന് വീഴാൻ പഠിച്ച ദിവസം. നെഞ്ഞൂന്നി നിറങ്ങാൻ ശ്രമിക്കുന്ന കുഞ്ഞിലുണ്ട് യാത്രയുടെ ആദിമമായ അക്ഷമ.
കമിഴ്ന്ന് വീഴാൻ പഠിച്ച ദിവസം നിഞ്ഞൂന്നി നിറങ്ങാൻ ശ്രമിക്കുന്ന കുഞ്ഞിലുണ്ട് യാത്രയുടെ ആദിമമായ അക്ഷമ. മുട്ടിലിഴഞ്ഞ് രണ്ടു കാലിൽ നടന്ന് ഓടി അന്ത്യം വരെ അതിന് നിവൃത്തി വരുത്താൻ നാം ശ്രമിക്കുന്നു. പോയ ദേശങ്ങളിലെ മണ്ണ് കൊണ്ട് മാത്രം നീ ഒരു ഭൂമിയെ ഉണ്ടാക്കുന്നു. പോയ ദേശങ്ങളിലെ മണ്ണ് കൊണ്ട് മാത്രം നീ ഒരു ഭൂമിയെ ഉണ്ടാക്കുന്നു. ഉറക്കത്തെഴുന്നേറ്റ് നടക്കുന്നയാളെ തടയരുത്. യാത്രയുടെ അനിവാര്യതയെപ്പറ്റി അയാളെപ്പോലെ അറിഞ്ഞവരില്ല. ഉറക്കത്തെഴുന്നേറ്റ് നടക്കുന്നയാളെ തടയരുത്. യാത്രയുടെ അനിവാര്യതയെ അയാളെപ്പോലെ അറിഞ്ഞവരില്ല. സൂക്ഷിച്ചു നോക്കൂ, അടങ്ങിയിരിപ്പിന് മരണത്തിൻ്റെ ഛായ. സൂക്ഷിച്ചു നോക്കൂ, അടങ്ങിയിരിപ്പിന് മരണത്തിൻ്റെ ഛായ. ഇനി മുറിവുകളുടെ നഴ്സറി. ഇന്നലെ ഒരുവളെ പരിചയപ്പെട്ടു. മുറിവുകളുടെ കൃഷിയാണെന്ന് പറഞ്ഞു. പ്രായപൂർത്തിയായ ഒരു മകളും ഉണ്ടൊപ്പം. അവൾ മുറിവുകളുടെ ഒരു നഴ്സറി നടത്തുന്നു. മുറിവുകളുടെ വിത്ത് കിട്ടുമോ ഞാൻ ചോദിച്ചു. അവൾ എനിക്ക് ദൈവത്തിൻ്റെ വിലാസം തന്നു. ഇനി വേറൊരു ചെറിയ കവിത. ഞാൻ ഉറപ്പായും പറയുന്നു ആശ്ലേഷിക്കാനല്ലോ ദൈവം കൈകളെ സ്വതന്ത്രമാക്കിയത്. ഞാൻ ഉറപ്പായും പറയുന്നു ആശ്ലേഷിക്കാനല്ലോ ദൈവം കൈകളെ സ്വതന്ത്രമാക്കിയത്. സമയവും പറയുന്നുണ്ടോ? 10 മിനിറ്റ് അല്ലേ? 2-3 ചെറിയ കവിതകൾ കൂടി വായിക്കാം. നേരത്തെ ഇരുമ്പുഴി പറഞ്ഞ കവിത വായിക്കാം. പരീക്ഷ എന്ന് പറഞ്ഞ കവിത. പരീക്ഷ. 2 പേർ മഴയത്ത് ഒരില ചൂടി നടന്നു പോകുന്നു 2 പേർ. അവരിൽ ഏറ്റവും സ്നേഹമാർക്കെന്ന് അറിയാൻ എന്തു വഴി? കൂടുതൽ നനഞ്ഞതാരെന്ന് നോക്കിയാൽ മതി. 2 പേർ ഇഷ്ടത്തോടെ ഒരപ്പം പങ്കിട്ട് കഴിക്കുന്നു. അവരിൽ ഏറ്റവും പ്രേമം ആർക്കെന്ന് എങ്ങനെ അറിയും? അപ്പത്തിൻ ചെറുപാതിയിലേക്ക് തിടുക്കപ്പെടുന്ന വിരലുകൾ ആരുടേതെന്ന് നോക്കിയാൽ മതി. തങ്ങളിലെ സ്നേഹത്തെ പ്രതി തർക്കിക്കുന്നു 2 പേർ. അവരിൽ ഏറ്റവും പ്രണയമാർക്കെന്ന് അറിയാൻ എന്തു വഴി? അവരിൽ തോൽക്കുന്നതാരെന്നറിയാൻ കാത്തിരുന്നാൽ മതി. വളരെ സന്തോഷം കവിതകളുമായിട്ട് നിങ്ങളോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ. ഈ കൂടെയുള്ള എല്ലാ കവി സുഹൃത്തുക്കൾക്കും അവരുടെ കവിതകൾ അവതരിപ്പിച്ചുകൊണ്ട് ഭംഗിയായി ഈ ചടങ്ങിൽ അവരുടെ സാന്നിധ്യം അറിയിക്കാൻ ആശംസകൾ നേരുന്നു. പക്ഷേ മറ്റുള്ളവരിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കവിതയോടനുബന്ധിച്ച് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ടാണ്. കാരണം ഇത്രമാത്രം സൂക്ഷ്മതയിലേക്ക് സഞ്ചരിക്കുന്ന കവിത എന്ന് പറയുന്നത് അതാണ് സാറിൻ്റെ കവിതകളോട് തോന്നുന്ന ഒരു താല്പര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. വ്യക്തിപരമായി എനിക്ക് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഇപ്പോൾ സ്മാരകം പോലെയുള്ള കവിതകൾ എഴുതുന്നത് അതൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ മാതൃഭൂമിയിൽ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഇത്ര സൂക്ഷ്മതയിലേക്കാണ് ഇതിങ്ങനെ പോകുന്നത്. നമ്മുടെ ഒരു മിസ്റ്റിക്കലായിട്ടുള്ള തലമെന്നോ ഈ പറഞ്ഞതുപോലെ ഒരു ആധ്യാത്മികതയെന്നോ ഒരു സാന്ദ്രമായ മൗനമെന്നോ ഒക്കെ പറയുന്ന ഒരു അനുഭവ തലങ്ങളിലേക്ക് പോകുന്ന വളരെ സൂക്ഷ്മതയിലേക്ക് പോകുന്ന കവിതകൾ. അപ്പോൾ അതിനോടനുബന്ധിച്ച് സാറിനോടൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇതാണ്. അത് പറഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഈ നമ്മുടെ കവിതകളിൽ ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം നവമാധ്യമങ്ങളൊക്കെ വരുമ്പോഴും നമ്മുടെ ഏകാഗ്രത അതിനൊപ്പം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയം. എന്ന് വെച്ചാൽ ഒരേ സമയം നമ്മൾ റീല് കണ്ടുകൊണ്ടിരിക്കുന്നു, 1 മിനിറ്റ് ദൈർഘ്യം അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ദൈർഘ്യമുള്ള സാധനം കണ്ട് ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് ഒരേ സമയം വികാരങ്ങൾ ചെതറിക്കപ്പെടുകയാണ് കുട്ടികളുടെയൊക്കെ. ഒരേ സമയം നോക്കുക, 1 മണിക്കൂറിനുള്ളിൽ എത്രയോ ഇമോഷൻസിലൂടെയാണ് ഒരു കുട്ടി സഞ്ചരിക്കുക. അപ്പോൾ അങ്ങ് ആ ഒരു ഏകാഗ്രത നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കവിതയുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? അല്ലെങ്കിൽ കവിതയുടെ ആ ഒരു ധ്യാനാത്മകത എന്ന് പറയുന്നത് ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? എന്താണ് സാറിന് അതിനെ പറ്റിയുള്ള ഒരു
ഈ കവിത വായനക്കാരൊരു പ്രത്യേക സ്പീഷീസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നുവെച്ചാൽ മനുഷ്യർക്കിടയിൽ തന്നെയുള്ളൊരു പ്രത്യേക സ്പീഷീസാണ് കവിത ഇഷ്ടപ്പെടുന്നവർ. അവരെന്തുകൊണ്ട് കവിതയെ സമീപിക്കുന്നു ചോദിച്ചാൽ കവിതയിൽ എന്തോ അവർക്ക് കിട്ടേണ്ടതുണ്ട്. അതൊരു പക്ഷേ ഈ പറഞ്ഞ വളരെ ധ്യാനാത്മകമായിട്ടുള്ള ഒരു ശുശ്രൂഷാനുഭവമാകാം, പലതരത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമോചന മൂല്യത്തിന് വേണ്ടി അതായിരിക്കാം. അതന്വേഷിക്കുന്നവർ അവർ അവരുടെ കവിതയിൽ എത്തിച്ചേരും, വായിക്കുകയും ചെയ്യും. അതല്ലാതെ കൂടുതൽ വായനക്കാർ കവിതയിലേക്ക് വരാൻ പുതിയ മാധ്യമങ്ങൾ ചിലപ്പോൾ സഹായിച്ചേക്കാം. കാരണം അതിൻ്റെ അത്രയും വിസിബിലിറ്റി, അത് വായിക്കാനുള്ള സാധ്യത കൂടുന്നു, നവമാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നു, അത് കൂടുതൽ വായനക്കാരെ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് കവിതയെ അന്വേഷിച്ച് പോകുന്ന ഒരാൾക്ക് വഴിയിലൊരു തടസ്സമായിട്ട് അത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ ഒരു അനുഭവം. കാരണം ഈ കവിത ഇഷ്ടപ്പെടുന്നവർ, പ്രത്യേകിച്ച് അത് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുന്നവർ, അവരുടെ പ്രതികരണം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അതിപ്പോൾ എവിടെ നിന്ന് വായിച്ചാലും, അത് ഇൻസ്റ്റഗ്രാമിൽ വായിച്ചാലും പുസ്തകത്തിൽ നിന്ന് വായിച്ചാലും, അവർ അതിൻ്റെ അകത്തു നിന്ന് കിട്ടേണ്ടത് ആ സാന്ദ്രമായിട്ട് കിട്ടിയതിൻ്റെ അനുഭവമാണ് അവർ പറയുന്നത്. എന്നാൽ കുറച്ച് ആളുകൾ വളരെ എന്താ പറയുക, കവിതയോടൊന്നും അങ്ങനെ താല്പര്യമില്ലാത്തവരും കവിതയിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. അവർ ലഘുവായിട്ട് അതിനെ എടുക്കുന്നുണ്ടാകാം. അത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്മാരകം എന്ന് പറഞ്ഞ കവിത ചൊല്ലിക്കൊണ്ട് നമുക്ക് അടുത്ത ആളിലേക്ക് സഞ്ചരിക്കാം. സ്മാരകം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്ന് ഇളവേൽക്കുമെന്ന കവിത അതിനറിയില്ല. അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്ന് ഇളവേൽക്കുമെന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും. അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും. ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും. ആരും അറിയാതെ നാളെ ഒരു മരം. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് നമ്മുടെ കവിതയുടെ സഞ്ചാരം നമുക്ക് തുടരാം. പ്രീത ടീച്ചറാണ്. പ്രിയദർശിനി ടീച്ചറാണ്. ടീച്ചർ കവിതകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് കവിതയിലേക്ക് കടക്കും. ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് പേർ മുന്നിലിരിക്കുന്നു. എല്ലാവരും എനിക്ക് പരിചിതർ. കവിതയിൽ നിന്ന് പലപ്പോഴും ഇറങ്ങി ഓടാൻ ശ്രമിച്ചപ്പോഴൊക്കെ കവിതയിലേക്ക് തിരിച്ചു വന്ന ആളാണ് ഞാൻ. ഇനിയും എൻ്റെ നല്ലൊരു കവിതയുടെ സമാഹാരം പുസ്തകമാക്കിയിട്ടില്ല. ആഴ്ചപ്പതിപ്പുകളിൽ വന്ന കവിതകൾ അവിടെ തന്നെ കിടക്കുന്നു. പുസ്തക രൂപത്തിലാക്കാൻ ഇതുവരെയും ശ്രമം നടത്തിയിട്ടില്ല. കൂടുതലും എഴുതിയിട്ടുള്ളത്, അച്ചടിച്ചു വന്നിട്ടുള്ളത് ഗദ്യ ഭാഷയിലുള്ള ലേഖനങ്ങളും അനുഭവങ്ങളും ഓർമ്മയും ഒക്കെ ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. പുതിയ 2-3 പുസ്തകത്തിൻ്റെ വളരെ തീവ്രമായ ഒരു ഇടപെടൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കവിതയ്ക്കൂടെ ഒരു ടൈറ്റിൽ നമ്മൾ കാണുകയുണ്ടായി, കവിതയുടെ ചൊൽവടിവിനെക്കുറിച്ച്. കവിത എപ്പോഴും കാലത്തോട് സഞ്ചരിക്കുന്നു. കവിത നിലകൊള്ളും, കവിത സമൂഹത്തിൽ, ചരിത്രത്തിൽ ബാക്കിയാകുമെന്ന് വളരെ ഉള്ളുറഞ്ഞുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കവിതയുടെ സൂക്ഷ്മാർത്ഥങ്ങൾ കൂടി സഞ്ചരിച്ചു പോയ പ്രിയപ്പെട്ട വീരാൻകുട്ടി മാഷ് ഇവിടെയുണ്ട്. കവിതയുടെ പുതിയ കാലത്തെ അനുഭവങ്ങളിലേക്കും അതിൻ്റെ വ്യത്യസ്തമായ വൈകാരികതകളിലേക്കും സഞ്ചരിക്കുന്ന, വ്യത്യസ്തമായ, വളരെ പൊള്ളലോടെ എഴുതുന്ന ധാരാളം കവിമിത്രങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരോടും സ്നേഹമാണ്. കാരണം എല്ലാവരും കവികളാകട്ടെ എന്ന് പറയുന്നു. കാരണം കവിതയുടെ ആകാശം സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും രാഷ്ട്രീയമായ ഐക്യപ്പെടലിൻ്റെയും ഒക്കെ ഒരു ലോകം കൂടിയാണ് എന്നുള്ള അഗാധമായൊരു വിശ്വാസം എനിക്കുണ്ട്. ഈ ഒരു ചെറിയ വേദിയുടെ നിശബ്ദതയിൽ ഇരിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ കവിത പെയ്യുന്നുണ്ട് എന്നെനിക്കറിയാം. നമ്മൾ അല്പം മുമ്പ് അത് വളരെ തീവ്രമായി കവിത ചൊല്ലിയപ്പോൾ അനുഭവിച്ചു. ഞാൻ എൻ്റെ 1-2 കവിത പറഞ്ഞുകൊണ്ട് കവിതയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. കവിത സ്വപ്നത്തിൻ്റെ പലായനം.
കവിത രാഷ്ട്രീയം പറയുന്നു എന്ന്, കവിതയ്ക്കുള്ളിൽ പറയാതെ പറയുന്നു എന്ന് ചില നിമിഷങ്ങളിൽ തോന്നുന്ന മുഹൂർത്തങ്ങളുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ എഴുതിയ കവിതയാണ് സ്വപ്നത്തിൻ്റെ പലായനം. അകലെ ചെരിമണലിൽ ഒരു പാട്ട് നിലാവിനൊപ്പം ഉരുകി വീഴുന്നു. അകലെ ചെരിമണലിൽ ഒരു പാട്ട് നിലാവിനൊപ്പം ഉരുകി വീഴുന്നു. മൃതിയും വാഴ്വും കൂടിക്കലർന്ന ഭൂമിയുടെ ഹൃദയത്തെ സന്ധ്യാകാശം തുടിപ്പിക്കുന്നു. മൃതിയും വാഴ്വും കൂടിക്കലർന്ന ഭൂമിയുടെ ഹൃദയത്തെ സന്ധ്യാകാശം തുടിപ്പിക്കുന്നു. പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ പിന്നിൽ വന്ന് ആരോ ഓർമ്മകളെ മണ്ണിലേക്ക് കുടഞ്ഞിടുന്നു. പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ പിന്നിൽ വന്ന് ആരോ ഓർമ്മകളെ മണ്ണിലേക്ക് കുടഞ്ഞിടുന്നു. ഓരോ മുറിവിലും ചോര മണക്കുന്നു. ശൂന്യതയുടെ ക്ലാവ് പിടിച്ച ചിത്രത്തിലേക്ക് സൂര്യനെ പകൽ വരച്ചു ചേർക്കുന്നു. ഓരോ മുറിവിലും ചോര മണക്കുന്നു. ശൂന്യതയുടെ ക്ലാവ് പിടിച്ച ചിത്രത്തിലേക്ക് സൂര്യനെ പകൽ വരച്ചു ചേർക്കുന്നു. നഗരാതിർത്തികൾക്ക് ഗന്ധകപ്പുകയുടെ മണം. വെടിയൊച്ച കേൾക്കും മുന്നേ ഹൃദയം തകർന്ന് മരിച്ചുപോയവരുടെ ഓർമ്മകൾക്ക് പ്രണാമം. നഗരാതിർത്തികൾക്ക് ഗന്ധകപ്പുകയുടെ മണം. വെടിയൊച്ച കേൾക്കും മുന്നേ ഹൃദയം തകർന്ന് മരിച്ചുപോയവരുടെ ഓർമ്മകൾക്ക് പ്രണാമം. അയൽപക്കത്തെ കാട്ടിൽ അഹിംസയുടെ പാഠം മറന്നുപോയവരുടെ മുരൾച്ചകൾ. അയൽപക്കത്തെ കാട്ടിൽ അഹിംസയുടെ പാഠം മറന്നുപോയവരുടെ മുരൾച്ചകൾ. കാടും വേനലും കടന്ന് കാട്ടുതുമ്പികളുടെ കൂട്ടപ്പലായനം. കാടും വേനലും കടന്ന് കാട്ടുതുമ്പികളുടെ കൂട്ടപ്പലായനം. നിദ്രയുടെ വേനൽ കടന്ന് പച്ച കടന്ന് വെന്ത നെഞ്ചിലെ തീക്കട്ടകളും കടന്നുള്ള നർത്തനം. നിദ്രയുടെ വേനൽ കടന്ന് പച്ച കടന്ന് വെന്ത നെഞ്ചിലെ തീക്കട്ടകളും കടന്ന് നിദ്രയുടെ പലായനം. ഒന്ന് പൊട്ടിത്തെറിക്കാനാകാത്ത വിധം നിവർത്തിയിട്ട മൗനത്തിൻ്റെ കടുംകെട്ടുകൾ. ഒന്ന് പൊട്ടിത്തെറിക്കാനാകാത്ത വിധം നിവർത്തിയിട്ട മൗനത്തിൻ്റെ കടുംകെട്ടുകൾ. കനത്തിലും ബലത്തിലും ആരോ അമർത്തിക്കെട്ടിയ മുടന്തൻ കൈകാലുകൾ. കനത്തിലും ബലത്തിലും ആരോ അമർത്തിക്കെട്ടിയ മുടന്തൻ കൈകാലുകൾ. ജനുവരിയിലെ തണുത്ത മഞ്ഞുകാറ്റ് ജനാലവിരികളെ ഇളക്കുന്നു. ജനുവരിയിലെ തണുത്ത കാറ്റ് ജനാലവിരികളെ ഇളക്കുന്നു. ഒരു വാക്കിലും കുറിച്ചിടാകാനാകാതെ, ഒരു ഓർമ്മയിലും തടഞ്ഞു നിൽക്കാതെ, ചാവുതീ പോലെ പൊള്ളിയടർന്ന് ഉടൽപ്പഴുതിൽ രക്തം കിനിയിച്ച് കനലിൽ നേറി ഗർജനങ്ങളും നിലവിളികളും മുഴക്കി സ്വയം ഒരു കാടായി മടങ്ങുന്നവർ. ജനുവരിയിലെ തണുത്ത മഞ്ഞുകാറ്റ് ജനാലവിരികളെ ഇളക്കുന്നു. ഒരു വാക്കിലും കുറിച്ചിടാനാകാതെ, ഒരു ഓർമ്മയിലും തടഞ്ഞു നിൽക്കാതെ, ചാവുതീ പോലെ പൊള്ളിയടർന്ന് ഉടൽപ്പഴുതുകളിൽ രക്തം കിനിയിച്ച് കനലിൽ നേറി ഗർജനങ്ങളും നിലവിളികളും മുഴക്കി സ്വയം ഒരു കാടായി മടങ്ങുന്നവർ. വാക്ക് എരിയുന്ന വേനലിനും കണ്ണുകൾ കാത്തിരിപ്പിൻ്റെ പക്ഷികൾക്ക്. വാക്ക് എരിയുന്ന വേനലിന് കണ്ണുകൾ കാത്തിരിപ്പിൻ്റെ പക്ഷികൾക്ക്. അടർന്നുപോയ ഒരു സ്വപ്നം പലായനത്തിൽ ചിറകറ്റുപോയവരുടെ ചിതയിലിരുന്ന് എരിഞ്ഞടങ്ങുന്നു. അടർന്നുപോയ ഒരു സ്വപ്നം പലായനത്തിൽ ചിറകറ്റുപോയവരുടെ ചിതയിലിരുന്ന് എരിഞ്ഞടങ്ങുന്നു. ഒരു കവിത കൂടി ചൊല്ലാം. ഒറ്റയ്ക്ക് നിൽക്കുന്ന വീട്. ഒറ്റയ്ക്ക് നിൽക്കുന്ന വീട്. ഒറ്റയ്ക്ക് നിൽക്കുന്ന വീട് എപ്പോഴും വിഷാദം കൊണ്ട് ഉലയുന്നു. ഒറ്റയ്ക്ക് നിൽക്കുന്ന വീട് എപ്പോഴും വിഷാദം കൊണ്ട് ഉലയുന്നു. മഞ്ഞുകാറ്റിൽ വിറയ്ക്കുന്നു. ഇരുൾ വന്ന് മൂടുമ്പോൾ വീട് സ്വയം ഒരു വെളിച്ചം തിരയുന്നു. ഇരുൾ വന്ന് മൂടുമ്പോൾ വീട് സ്വയം ഒരു വെളിച്ചം തിരയുന്നു. ചുറ്റിലും നിന്ന് മരങ്ങൾ കരിമ്പച്ച കൊണ്ട് അതിനെ പുതപ്പിക്കുന്നു. ചുറ്റിലും നിന്ന് മരങ്ങൾ കരിമ്പച്ച കൊണ്ട് അതിനെ പുതപ്പിക്കുന്നു. അടിവേരുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. ചില്ലകളാൽ പതിയെ തൊടുന്നു. അടിവേരുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. ചില്ലകളാൽ പതിയെ തൊടുന്നു. രാത്രിയിൽ വീട് ഒരു പ്രാർത്ഥനാ പുസ്തകം തുറന്നു വയ്ക്കുന്നു. രാത്രിയിൽ വീട് ഒരു പ്രാർത്ഥനാ പുസ്തകം തുറന്നു വയ്ക്കുന്നു. പല്ലികൾ, എലികൾ, എറുമ്പുകൾ അപ്പോൾ സാക്ഷികളാകുന്നു. പല്ലികൾ, എലികൾ, എറുമ്പുകൾ അപ്പോൾ സാക്ഷികളാകുന്നു. ചിതൽ ചുമരിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നു. ഇലകൾ മൂടിയ മണ്ണിൽ മഴ പ്രണയനഷ്ടം എഴുതി വയ്ക്കുന്നു. ഇലകൾ മൂടിയ മണ്ണിൽ മഴ പ്രണയനഷ്ടം എഴുതി വയ്ക്കുന്നു. പണ്ട് നക്ഷത്രങ്ങൾ വീടിനെ ചുംബിച്ചിരുന്നു. മുളങ്കാടുകൾ ഹൃദയസുഷിരങ്ങളിൽ നിന്നും ഈണങ്ങൾ കേൾപ്പിച്ചിരുന്നു. പണ്ട് നക്ഷത്രങ്ങൾ വീടിനെ ചുംബിച്ചിരുന്നു. മുളങ്കാടുകൾ ഹൃദയസുഷിരങ്ങളിൽ നിന്നും ഈണങ്ങൾ കേൾപ്പിച്ചിരുന്നു. മുറിവുകളെ കാറ്റുവന്ന് ഊതി തണുപ്പിച്ചിരുന്നു. മുറിവുകളെ കാറ്റുവന്ന് ഊതി തണുപ്പിച്ചിരുന്നു. പൂക്കൾ വിതറിയ ആകാശം പോലെ പൂമുട്ടുകൾ കൊണ്ട് വീടിനെ അലങ്കരിച്ചിരുന്നു.
പൂക്കൾ വിതറി ആകാശം പോലെ പൂമുട്ടുകൾ കൊണ്ട് വീടിനെ അലങ്കരിച്ചിരുന്നു. ചിറകിനടിയിൽ അടവച്ച പോലെ കിളിമുട്ടകൾ വിരിഞ്ഞിരുന്നു. ചിറകിനടിയിൽ അടവച്ച പോലെ കിളിമുട്ടകൾ വിരിഞ്ഞിരുന്നു. ഒരു ദീർഘനിശ്വാസത്തിൻ്റെ ആഴം, പങ്കുവയ്ക്കലിൻ്റെ കടം ഒക്കെയും ബാക്കി വെച്ച് വീടിപ്പോൾ തനിച്ചു നിൽക്കുന്നു. ഒരു ദീർഘനിശ്വാസത്തിൻ്റെ ആഴം, പങ്കുവയ്ക്കലിൻ്റെ കടം ഒക്കെയും ബാക്കി വെച്ച് വീടിപ്പോൾ തനിച്ചു നിൽക്കുന്നു, ഏകാഗിയായ ഒരു വൃദ്ധയെപ്പോലെ. നന്ദി. ഈ കൂട്ടത്തിൽ അധ്യാപകരുള്ളതുകൊണ്ട് നിങ്ങൾ ഇന്ന് തക്കം നോക്കിയിരിക്കുകയായിരുന്നു ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് ഒന്ന് ചിലപ്പോൾ അതിനെക്കുറിച്ച് ചില ക്ലാരിറ്റി കിട്ടാൻ സാധിക്കും. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഒരു സംശയമാണ്. ഒരു അധ്യാപകർക്ക് അത് കുറച്ചും കൂടെ നന്നായിട്ട് ഉത്തരം തരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മുടെ ഈ വിദ്യാലയങ്ങളിൽ കവിതകൾ പാഠപുസ്തകത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്, അല്ലെങ്കിൽ പാഠ്യ വിഷയമാകുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ കവിതകൾ എങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് വലിയൊരു വിഷയമായിട്ട് മാറുന്നുണ്ടെന്ന്. അതായത് കവിതയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പടർത്തുന്ന ഇടമായിട്ട് വിദ്യാലയങ്ങൾ മാറുന്നുണ്ടോ എന്നൊരു സന്ദേഹമുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ കവിത പഠിക്കുന്നതിനകത്ത് അതിൻ്റെ അകത്തെ വാക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ കൾച്ചർ സ്റ്റഡിയിലേക്ക് അതിങ്ങനെ മിടിതുറന്നു പോകുന്ന രീതിയിൽ കവിത പലതിൻ്റെയും ടൂളായിട്ട് ഇങ്ങനെ പരിമിതപ്പെട്ടു പോവുകയും കവിതയുടെ ആസ്വാദനം എന്ന് പറയുന്ന തലത്തിന് വേണ്ടത്ര പ്രസക്തി ലഭിക്കാതെയും പോകുന്ന ഒരു അപകടം നമ്മുടെ വിദ്യാലയങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ട്. ആ ആശങ്കയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, അല്ലെങ്കിൽ അത് ഒരു മിഥ്യാധാരണയാണോ എന്നൊന്ന് നിങ്ങളൊന്ന് പ്രതികരിച്ചാൽ, ടീച്ചറൊന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ നന്നായിരിക്കും തോന്നുന്നു. ഞാൻ ഒരു 10 വർഷത്തോളം കേരള പാഠ്യപദ്ധതി കരിക്കുലം പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു. അന്ന് നമ്മളവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയം കവിതയുടെ പഠനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. കവിതയ്ക്കൊരു ചരിത്രമുണ്ട്, കവിത കടന്നു വന്ന കൃത്യമായ നാൾ വഴികൾ. അപ്പം നമ്മൾ ഇവിടെ ചൊല്ലിയ അവതരിപ്പിച്ച കവിതകളൊക്കെ തന്നെ പഴയ കവിതയുടെ ചരിത്രബദ്ധമായ രൂപങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കവിത എപ്പോഴും കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന സൂക്ഷ്മമായ സ്വഭാവമുള്ള, ആകാരമുള്ള, രൂപമുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കവിത നിലകൊള്ളും എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 14ാം നൂറ്റാണ്ടിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ വായിച്ച ആ ഒരു ആഴത്തിലല്ല ഇന്ന് പുതിയ കവിതയെ നമ്മൾ കാണുന്നു. 16ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ കവിത എഴുതുമ്പോൾ കവിതയുടെ പിന്നിൽ ചില ചരിത്രബദ്ധമായ താല്പര്യങ്ങളുണ്ടായിരുന്നു. സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ, ആധ്യാത്മികമായ നവീകരണത്തിൻ്റെ ഒരു ടൂളായി എഴുത്തച്ഛൻ കവിതയെ കൊണ്ടുവന്നു. 18ാം നൂറ്റാണ്ടിൽ നമ്പ്യാരിലെത്തിയപ്പോഴേക്കും കവിത വിമർശനത്തിൻ്റെ, സാമൂഹ്യമായിട്ടുള്ള ചില ഇടപെടലിൻ്റെ ലോകത്തേക്ക് വരികയും 19ാം നൂറ്റാണ്ടായി 18ൽ ഫ്രഞ്ച് വിപ്ലവം, 19ൽ വ്യവസായ വിപ്ലവം വന്നപ്പോൾ കവിതയുടെ അന്തസത്തയെ ചോദ്യം ചെയ്യപ്പെടുകയും കവിത പുറത്തേക്ക് വരികയും അതിൻ്റെ താല്പര്യങ്ങൾ മാറുകയും ചെയ്തു. നമ്മൾ എഴുത്തച്ഛനിൽ നിന്നും ആശാനിലെത്തുമ്പോഴേക്കും കവിത വ്യക്തിയുടെ സംഘർഷങ്ങളിലേക്കും സാമൂഹ്യമായ ജീവിതത്തിൻ്റെ ഉള്ളടക്കങ്ങളിലേക്കും കവിത എത്തിച്ചേരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്ലാസ് മുറിയിൽ കവിത പഠിപ്പിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ കവിത പഠിപ്പിക്കാനുള്ളതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കവിത പഠിപ്പിക്കാനുള്ളതല്ല, കവിതയെ നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ടാണ് പുതിയ തലമുറയുടെ ഉള്ളിൽ കവിത ബാക്കിയാകാതെ പോകുന്നത്. പുതിയ കവിതയ്ക്ക് പുതിയ രൂപത്തിലുള്ള കവിതകൾ കുട്ടികളുടെ ഉള്ളിലുണ്ട്. പക്ഷേ പഴയകാല കവിതകൾ പഠിപ്പിച്ച് പാടി ചൊല്ലിപ്പഠിച്ച് നമ്മൾ വളർന്നവരാണ്. അപ്പം നമ്മൾ നമ്പ്യാരും എഴുത്തച്ഛനും ഒക്കെ തന്നെ ബാക്കിയായി നിൽക്കുന്നത് പാടിപ്പഠിച്ചതുകൊണ്ടാണ്. പക്ഷേ പുതിയ കവിത അങ്ങനെയല്ല. അവരുടെ കുട്ടികളുടെ അനുഭവ ലോകത്തേക്ക് ചെന്ന് തൊടുമ്പോൾ കുട്ടി ആ കവിതയെ ഏറ്റെടുക്കുന്നു. ഒരു 9ാം ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടി പ്രണയത്തെക്കുറിച്ച് വിനാൻകുട്ടി മാഷ് എഴുതിയ അതേ സ്റ്റഫിൽ എഴുതിയ ഒരു കവിത എനിക്ക് ഓർമ്മയുണ്ട്. ഉറങ്ങുമ്പോൾ ഞാൻ മുഖത്തേക്ക് പുതപ്പ് വലിച്ചിടാറില്ല, കാരണം ഉറക്കത്തിൽ നിന്നെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾക്ക് ശ്വാസം മുട്ടിയാൽ. 9ലെ എൻ്റെ ഒരു കുട്ടി എഴുതിയ കവിതയാണ്. അല്ല, എത്ര ഗംഭീരമായിട്ട് അവൻ്റെ അനുഭവങ്ങളിലേക്ക് കവിതയെ ഇറക്കിക്കൊണ്ടുവരുന്നു. കവിത പഠിപ്പിക്കാനുള്ളതല്ല എന്നും ഈ ഒരു ആസ്വാദനത്തിലേക്ക് കുട്ടിയും അധ്യാപകരും വിദ്യാഭ്യാസത്തിൽ ആ മേഖലയിൽ ഇടപെടുന്ന ആൾക്കാരും ഇറങ്ങി നിൽക്കുമ്പോൾ കവിതയുടെ പഠനത്തിൻ്റെ സാധ്യതകൾക്ക് പ്രസക്തമാവുകയും എളുപ്പമാവുകയും ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ടീച്ചർ ആ കുറ്റസമ്മതം നടത്തിയത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. തീർച്ചയായിട്ടും ടീച്ചറിന് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതായത് കവിത ആസ്വാദന തലത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ അത് പഠിക്കുകയല്ല ആസ്വദിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കരിക്കുലം കമ്മിറ്റിയിലൊക്കെ ഉള്ള വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ചില മാറ്റങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക് കിടക്കാം. ഒരു പൊതുപ്രവർത്തക
കവിതയിലൂടെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീമതി സിന്ധു ഷിബുവിനെ ക്ഷണിക്കുകയാണ് കവിത അവതരിപ്പിക്കാനായിട്ട്. സ്നേഹപ്പെട്ടവരെ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. സ്നേഹം തന്നെയാണ് ഈ കൂട്ടായ്മ. ആദ്യം തന്നെ വിനോദ് കെ ജോയ്സിനെ അതിൻ്റെ ഈ പരിപാടിയുടെ മുൻപിലും പിൻപിലും പ്രവർത്തിച്ചവരെ ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഓർക്കുകയാണ്. പിന്നെ നമ്മളിൽ നിന്ന് ഈ അടുത്ത ദിവസം വേർപിരിഞ്ഞു പോയ ഏറ്റവും സ്നേഹം എഴുതിയ, കാലത്തെ എഴുതിയ, രണ്ടാമൂഴത്തിന് എഴുതിയ വ്യത്യസ്ത രചനകളിലൂടെ നമ്മളിലെല്ലാം നിറഞ്ഞു നിന്ന അദ്ദേഹത്തെയും കൂടെ ഓർത്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ആദ്യം തന്നെ പറഞ്ഞു സ്നേഹപ്പെട്ടവരെ എന്ന്. എന്തായാലും വിലാസം, ദൈവത്തിന് വിലാസം എന്ന് പറഞ്ഞ് നമ്മുടെ സൗമ്യനായ വീരാൻകുട്ടി മാഷ് ഒരു കവിത നമ്മുടെ അടുത്ത് പറഞ്ഞു തീർത്തു. അവിടെ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. എൻ്റെ ഒരു സന്തോഷം ആദ്യം ഇവിടെ പങ്കുവെക്കുകയാണ്. എൻ്റെ രണ്ടാമത്തെ ബുക്ക് അതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ആ വിലാസം പറഞ്ഞപ്പോൾ അതിവിടെ പറയണമെന്ന് എനിക്ക് എന്തായാലും തോന്നി. എൻ്റെ ബുക്കിൻ്റെ പേര് മനുഷ്യൻ, ഭൂമി, വീട്, പ്രകൃതി, പിയോ എന്ന് ഈ വേദിയിൽ ഈ സന്തോഷ നിമിഷത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇനി എൻ്റെ കവിതയിലേക്ക് കിടക്കാം. ജനപ്രതിനിധി എന്ന നിലയിൽ എന്തിനാണത് ഇവരോടൊക്കെ ഇങ്ങനെ പറയണത്? ജനപ്രതിനിധി ജനങ്ങളെ അറിയുന്നവനായിരിക്കണം, ജനകീയനായിരിക്കണം, അനുഭവങ്ങളെ അറിയുന്നവനായിരിക്കണം, അവരുടെ അവസ്ഥയെക്കുറിച്ച് അറിയുന്നവരായിരിക്കണം, അവരുടെ അവസ്ഥയെ ഏറ്റെടുക്കുന്നവരായിരിക്കണം. അത്രമാത്രമേ എനിക്ക് ജനപ്രതിനിധിയെക്കുറിച്ച് പറയാനുള്ളൂ. എന്തായാലും എൻ്റെ 2 കവിത നിങ്ങൾക്ക് മുമ്പായി പറയാണ്. അതിനും ഒരു ചെറിയ ചരിത്രമുണ്ട്. 6 മുൻപ് എന്നാണ് എൻ്റെ കവിതയുടെ പേര്. അത് ദ്വാരകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കവിതയാണ്. അതുകൊണ്ടാണ് ഈ ഒരു നിമിഷത്തിൽ അത് ചെല്ലണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ശൂന്യതയിലേക്ക് നടന്നു പോകും മുൻപ് അവരെത്ര കടലുകളിൽ ഉപ്പ് നിറച്ചിട്ടുണ്ടാകും. ശൂന്യതയിലേക്ക് നടന്നു പോകും മുൻപ് അവരെത്ര കടലുകളിൽ ഉപ്പ് നിറച്ചിട്ടുണ്ടാവും. ആകാശ നീലിമയിൽ വിരിഞ്ഞ മഴവില്ലിൽ എത്ര ഊഞ്ഞാൽ കുരുക്കുകൾ കോർത്തിട്ടുണ്ടാവും. സ്വയം ആടാനാവാതെ അരികിൽ അണയുന്ന 2 കൈകൾക്കായി അലഞ്ഞിട്ടുണ്ടാവും. തിളച്ചു തൂവുന്ന അകങ്ങളെ, ഉള്ളിൽ ഉറഞ്ഞു കത്തുന്ന അഗ്നിയെ ആറ്റി തണുപ്പിക്കാൻ എത്ര ഒഴുക്കുകളെ കാതോർത്ത് മുഷിഞ്ഞിട്ടുണ്ടാവും. സ്വച്ഛതയുടെ ഒരു തലോടലിനായി കൊതിയുടെ കൊടും വളവുകൾ മുറിച്ചു കടന്നിട്ടുണ്ടാവും. ഇഷ്ടത്തിന് ഈറനണിയുന്ന ഒരൊറ്റ നോട്ടമെങ്കിലും എന്ന് എത്ര യാചിച്ചിട്ടുണ്ടാവും. ഇഷ്ടത്തിന് ഈറനണിയുന്ന ഒരു ഒറ്റ നോട്ടമെങ്കിലും എന്ന് എത്ര യാചിച്ചിട്ടുണ്ടാവും. സ്നേഹത്തിൻ്റെ ഒരു തുള്ളി തണുപ്പ് പുതയ്ക്കാൻ ഉള്ളുരുകി വിയർത്തിട്ടുണ്ടാവും. സ്നേഹത്തിൻ്റെ ഒരു തുള്ളി തണുപ്പ് പുതയ്ക്കാൻ ഉള്ളുരുകി വിയർത്തിട്ടുണ്ടാവും. ജീവിതം ജീവിതമെന്ന് മിടിക്കുമ്പോഴും ചാവു നാറുന്ന മനസ്സ് വാതിൽ തുറക്കുന്നതോ സ്വയം കെട്ടുപോകുന്നതിൻ നാൾവഴിയിലേക്ക്. ജീവിതം ജീവിതമെന്ന് മിടിക്കുമ്പോഴും ചാവു നാറുന്ന മനസ്സ് വാതിൽ തുറക്കുന്നതോ സ്വയം കെട്ടുപോകുന്നതിൻ നാൾവഴിയിലേക്ക്. എന്നിട്ട് ശൂന്യതയുടെ പുതപ്പ് പുതച്ചുറക്കുമ്പോൾ പെരും തണുപ്പിൻ്റെ ഒറ്റമുറിയിലേക്ക് കാരണത്തിൻ്റെ താവഴി തേടാൻ നമ്മൾ ഇവരെയൊക്കെ വീണ്ടും ഒറ്റപ്പെടുത്തില്ലേ? എന്നിട്ട് ശൂന്യതയുടെ പുതപ്പ് പുതച്ചുറങ്ങുമ്പോൾ പെരും തണുപ്പിൻ്റെ ഒറ്റമുറിയിലേക്ക് കാരണത്തിൻ്റെ താവഴി തേടാൻ നമ്മൾ ഇവരെയൊക്കെ വീണ്ടും ഒറ്റപ്പെടുത്തില്ലേ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ചൂടുമായി ആ വരിയുടെ നിരയിൽ നമ്മളും ഉണ്ടാകും. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ചൂടുമായി ആ വരിയുടെ നിരയിൽ നമ്മളും ഉണ്ടാകും. മരണമെന്ന വാക്ക് 6 മുൻപ്, മരണമെന്ന വാക്ക് 6 മുൻപ്. നമ്മളൊരു എന്താ പറയുക, ഒരു ചൊല്ലൽ എന്ന രീതിയിലുള്ളല്ല, ഒരു പ്രത്യേക ഭാഷയിൽ, ഒരു നമ്മൾ പ്രദേശത്തൊരു ഭാഷയിൽ എഴുതിയ കവിത എന്ന രീതിയിലല്ല. എന്നാൽ കവിതയാണോ എന്ന് ചോദിച്ചാൽ കവിതയാണ്. അങ്ങനെ ഒരു എഴുത്ത്. ഒരീസം കാലത്തെ പെണ്ണെ എൻ്റെ കൈയിൻ്റെ മുട്ടുമ്മൽ എന്താന്ന് ചോദിച്ച് അവനെൻ്റെ അരൂല് വന്ന്
ആശ്ചര്യപ്പെട്ട് നിൽക്കുക. ഒരു ദിവസം കാലത്തെ പെണ്ണെ ഇന്ന് കൈയിന്റെ മുട്ടമ്മൽ എന്താന്ന് ചോദിച്ച് അവനിന്റെ അരോല് വന്ന് ആശ്ചര്യപ്പെട്ട് നിൽക്കുക. എന്റെ നോട്ടം മുട്ടമ്മലേക്ക് മാറല്ല, ഒറ്റപ്പെടുത്ത എന്റെ അരപ്പാവടെ എന്റെ വള്ളിമല്. ഉശന്റെ ചെക്കാന്ന് വാപൊളിക്കല്ല കൂക്കി ചിരിച്ച് അവൻ ഓടി അതിരുമലെത്തി. കരയണോ ചിരിക്കണോ എന്നറിയാണ്ട് വായിൽ വന്നതൊക്കെ പേര് വിളിക്കണോലെ വിളിച്ച് എന്റെ ദേഷ്യം മുഴുവനും തീർത്ത് തിരിഞ്ഞു നോക്കിയത് എന്റെ ഇളയതിന്റെ മോത്തക്ക. അവന്റെ ചിരിയപ്പോ മിന്നി മിന്നി കത്തുന്നത് എവിടെയാന്നാ ഇങ്ങടെയൊക്കെ വിചാരോ? എന്റെ നെഞ്ചുമല് ഓല കത്തിച്ചിട്ട പോലെ പൊള്ള നീറ്റില് ഇപ്പോഴും കെടാണ്ട് നിക്കണുണ്ട്. ഒരോണക്കാലത്ത് പൂ പറിക്കാൻ നാട് തണ്ടിയ നേരത്ത് അവൻ ഒറ്റയ്ക്ക് കിട്ടിയപ്പോ ഈ എന്തിനാ അങ്ങനെ കാട്ടിയെന്ന് പയ്യനെ ചോദിച്ച് ദേഷ്യം കേറുമ്പോ സൈപ്പത്തിനെ കാണാൻ എന്തൊരു ചൊടിപ്പും ചോപ്പാന്നും പറഞ്ഞേ എന്റെ കൂടി വന്നാല് ഒരുട്ടം കാണിക്കാൻ പെണ്ണേന്ന് പറഞ്ഞ് കൈമല് മുറുക്കനെ പിടിച്ച് തൈമാവിലെ കിളിക്കൂടിനെയും കുഞ്ഞിനെയും കാട്ടിയിട്ട് എന്റെ പിണക്കവും മാറ്റിയിട്ട് അന്ന് പോയ തെമ്മാടിക്കുട്ടിനെ ഇന്ന പിന്നെ കണ്ടേ. ആ കഥയും പരിഭവ പെയ്ത്തും കഴിഞ്ഞ് കാടായ കാടെല്ലാം കേറി പൂവൊക്കെ ഇരുത്തിട്ട് ഊഞ്ഞാലുമ്മലാടി കൊത്തം കല്ലും കളിച്ച് മടുത്ത് 2 കരയില് 2 പൊരയില് ഓർമ്മ വണ്ടിക്ക് എന്തിനാ അത്ര വേഗതാന്ന് സീറ്റുമ്മല് ഓർത്തോർത്തിരിക്ക. 2 കരയില് 2 പൊരയില് ഓർമ്മ വണ്ടിക്ക് എന്തിനാത്ര വേഗതാന്ന് സീറ്റുമ്മല് ഓർത്തോർത്തിരിക്ക. എല്ലാവരോടും സന്തോഷം. താങ്ക് യു. അടുത്തതായി ഷീമ മഞ്ചാനാണ് കവിത അവതരിപ്പിക്കുന്നത്. സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. വേദിയിലിരിക്കുന്ന ആളുകളും സദസ്സിലിരിക്കുന്ന ആളുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി സുഹൃത്തുക്കൾ തന്നെയാണ് സദസ്സിലിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരോടും കൂടി ചേർന്നുകൊണ്ടുള്ളൊരു കവിതയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിൽ നിന്നിറങ്ങിപ്പോകുന്ന ഞാൻ, ദേശാഭിമാനിയിൽ വന്ന ഒരു കവിതയാണ്. എന്നിൽ നിന്നിറങ്ങിപ്പോയ ഒരുവളെ ഓർത്ത് ആധിപ്പെട്ട് ഞാൻ ഈ ജനലരികിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ചുരുണ്ടിറങ്ങിയ രാത്രി നിറ മുടിയൊന്നൊതുക്കാതെ എന്നിൽ നിന്ന് കുതറി ഇറങ്ങിപ്പോയവളാണവൾ. കൈവീശി പുഴയിലേക്ക് ഇറങ്ങിപ്പോയത് പുഴത്തീരത്തേക്ക് ആവുമെന്നുറപ്പുണ്ട്. വെയിൽ പൊള്ളലേറ്റ് കിതയ്ക്കുന്ന മണൽത്തിട്ടയ്ക്ക് മുകളിൽ ആകാശത്തേക്ക് നോക്കി കിടക്കുന്നുണ്ടാവും അവൾ. നോക്കി നോക്കി ഒരു നക്ഷത്രമാവുമോ എന്ന പേടി എനിക്കില്ലാതില്ല. വിജനമായ വഴിയിലൂടെയൊക്കെ ഇരുൾ കാഴ്ചകൾ കണ്ട് വന്ന വഴി മറക്കുമോ എന്തോ. തേക്കിലെ ചോപ്പിറ്റിച്ച് നഖങ്ങൾ നോക്കി കിഴവൻ ആൽമരത്തിൻ്റെ വേരറ്റത്തിരുന്ന് അവൾ ചിരിക്കുന്നുണ്ടാകും. ഇടയ്ക്കൊരനക്കത്താൽ ഭയന്ന് എന്നിലെ കള്ളിപ്പിടിക്കുന്ന ഒരു പെണ്ണിന് എങ്ങനെ ഈ ഏകാന്തതയിൽ ചിരിക്കാനാവും എന്നാണ് എൻ്റെ ആലോചന. വീണ്ടും നടന്നു തുടങ്ങുന്ന അവൾക്ക് മീതെ ഒരു കാറ്റ് തട്ടിത്തെറിച്ച് വീഴുന്നുണ്ട്. കാത്തിരുന്നു ക്ഷീണിച്ച എൻ്റെ കണ്ണിലേക്ക് ആലസ്യത്തോടെയാണ് അവൾ വന്നു കയറിയത്. എൻ്റെ ഉള്ളിലെ കുലസ്ത്രീ ആപാത നോട്ടച്ചുഴിയിൽ പിടഞ്ഞു. തീയെരിഞ്ഞ മുഖത്തോടെ അവൾ എന്നിലേക്ക് കയറി ചുരുണ്ടു മടങ്ങി. ഇറങ്ങിപ്പോയ ഒരുവൾ തിരികെ വന്ന സ്വാസ്ഥ്യത്തോടെ ഞാൻ ഇരുട്ടിലേക്ക് എൻ്റെ കണ്ണുകളിട്ട് ജനലടയ്ക്കുന്നു. ഇതാണ് ഒരു കവിത. പിന്നെ പ്രകൃതിയിലേക്ക് നോക്കി പ്രപഞ്ച സത്യം പറയുന്ന വീരാൻകുട്ടി മാഷിൻ്റെ കൂടെ ഈ സായാഹ്നത്തിൽ ഒരു കവിത കൂടി ചൊല്ലാൻ കഴിയുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഒരു കവിത കൂടി, വിശപ്പിൻ്റെ വേദാന്തം എന്നാണ് കവിതയുടെ പേര്. ദോച്ചീൻ്റെ ആടിന് പൂർണിമ എന്ന് പേരിട്ടത് കാളിയാണ്. കരിമഷിക്കറുപ്പുള്ള കാളിക്ക് എണ്ണമിഴിവുള്ള മിഴികൾ ഉണ്ടായിരുന്നു. വെള്ളപ്പല്ലിൽ വെറ്റില ചോപ്പാക്കി ഓള് ചുരുണ്ട മുടി മെടഞ്ഞു മെടഞ്ഞു കെട്ടും. ആടും കാളിയും ദോച്ചിയും ആനച്ചൂരില്ലാത്ത പുഴത്തീരത്ത് ആടിനെ മേയ്ക്കും. പുല്ല് തിന്ന് തിന്ന് വീർത്ത വയറും പുഴവെള്ളം കുടിച്ചു കുടിച്ച് വീർത്ത വയറും പാണൽ ചെടിയുടെ അരികുപറ്റി ഉച്ചവെയിലിൽ ഉറങ്ങും. ഉറക്കത്തിൽ കാളി ഞായറാഴ്ച രാത്രി കണ്ട സിനിമ കാണും. നസീറിന് മാരൻ്റെയോ മല്ലൻ്റെയോ മുഖം ചേർക്കും. പുഴയിലൂടെ പാട്ടുപാടി തോണി തൊഴയും. കാന്താരിയും ചക്കമൂച്ചിയും ഇടിച്ചത് നാവിൽ തൊട്ടുവെക്കും.
ഹൗ ഒരു പുകച്ചിലോടെ അവൾ ഉണർന്ന് വിയർക്കും. ഉച്ചി പൊള്ളുന്ന വെയിലിൽ വെള്ളം വറ്റിയ വയർ കാളും. പൂർണിമയുടെ ഒട്ടാത്ത വയർ നോക്കി ദോച്ചിയും കാളിയും നെടുവീർപ്പിടും. പൊഴിയിൽ നിന്ന് തണുത്ത കാറ്റടിക്കുമ്പോൾ പൂർണിമയെയും കൂട്ടി പുഴക്കലമ്മയുടെ വീട്ടിലെ വെളിച്ചമില്ലാത്തിടത്തിരുന്ന് കയ്പ് കാപ്പി കുടിക്കും. കുട്ടികൾ തിന്നു നിർത്തിയ ദോശയുടെ കല്ലുറപ്പിനെ തേക്കാത്ത പല്ലുകൊണ്ട് രാഗും. ഒരു പകൽ മുഴുവൻ ഒഴിഞ്ഞയിടത്തേക്ക് കുത്തി നിറച്ച ആർത്തിയെ ആലയിൽ കെട്ടി ചോമന്റെ തെറിപ്പാട്ട് കേൾക്കാൻ ഇരുട്ടിലൂടെ പെണ്ണുങ്ങൾ പുര തിരഞ്ഞു നടക്കും. ചോമനപ്പോൾ കുഞ്ഞപ്പന്റെ വാറ്റുലഹരിയിൽ വീടറിയാതെ വഴിയിൽ കിടന്ന് പൂർണിമയെ വിളിക്കുന്നുണ്ടാകും. താങ്ക് യു. താങ്ക് യു ടീച്ചർ. അടുത്തതായിട്ട് കവിത അവതരിപ്പിക്കുക അരുണ നാരായണൻ ആലഞ്ചേരിയാണ്. സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യമായി WLF-ന് പിന്നെ കവിത കേൾക്കാൻ കൂടിയ പ്രിയപ്പെട്ട നിങ്ങൾക്ക്, കവി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഞാൻ ചൊല്ലാൻ ആദ്യം ഉദ്ദേശിച്ചിട്ടില്ലാത്തൊരു കവിതയാണ് ഇപ്പോൾ എനിക്ക് ചൊല്ലാൻ തോന്നുന്നത്. അതിന് കാരണം ഫാദർ റോബിൻസ് പറഞ്ഞ് തുടങ്ങിയത് കവിതയുടെ ഒരു തിക്കുമുട്ടലിനെ കുറിച്ചായിരുന്നു. അതോർത്തപ്പോഴാണ് ഈ കവിതയിലൂടെ ആദ്യം തുടങ്ങിയാലോ, എന്നാൽ എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഈ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. കവിത എനിക്കെന്ത് എന്ന്. കവിതയുടെ പേര് സൃഷ്ടിക്കൂ എന്ന് എല്ലാവരും നിരന്തരം പറഞ്ഞു. ഞാനത് കേട്ടു. കുഞ്ഞുങ്ങൾ വിടർന്നു വന്നു, ഏതു പൂവിനേക്കാളും മനോഹരമായി. നല്ല അനേകം തീറ്റ വസ്തുക്കൾ, വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ ഒരു വീട്, വൈകുന്നേര നടത്തങ്ങൾ, ആശ്വാസവാക്കുകൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. കരയാൻ മുട്ടുമ്പോഴെല്ലാം ചിരികൾ സൃഷ്ടിച്ചു. എല്ലാവരും ആനന്ദിച്ചു. എന്നിട്ടും ആ വാക്ക് ഒഴിയാബാധ പോലെ തലച്ചോറിൽ വളർന്നുകൊണ്ടേയിരുന്നു. പൊള്ളയായ ചെമ്പുകുടത്തിലെ തട്ടുതാളങ്ങൾ പോലെ അദൃശ്യമായ കാഴ്ചകളിൽ ആ വാക്ക് എഴുതപ്പെട്ടു. നിശബ്ദമായ സംഗീതത്തിൽ അതിൻ്റെ മാറ്റൊലി കേട്ടു. തല വീർത്തു വന്നു. ആ ശിരോഗർഭത്തിൻ്റെ 10-ാം കൊല്ലം താങ്ങാനും തിരിയാനും നടക്കാനും ഇരിക്കാനുമാവാത്ത അശാന്തിയുടെ കടും താളത്തിൽ വിയർത്ത് വേദനിച്ച് തലയിലൊരു തായ്വഴി നെടുകെ പിളർന്നു. ആദ്യത്തെ പേര് ആഹ. അടുത്തതായി കവിതയുടെ പേര് ബോധാസക്ത എന്നാണ്. ബോധാസക്ത. വിരലിൻ തുമ്പുമീമ്പി ഉറങ്ങും രാഹുലൻ്റെ മുഖമാണി ഭൂമിയിൽ കണ്ടതിലേറ്റം ശാന്തം. പ്രേമിയാം സിദ്ധാർത്ഥൻ്റെ വിടർന്ന കൈകൾക്കുള്ളിൽ താമരമൊട്ടായി കൂമ്പിയുറങ്ങും യശോധര. നിറവിൻ്റെ മൂർധന്യത്തിൽ ഉറങ്ങുമ്പോഴും നിറും മുറിവായി എന്താകാം അവളെ ഉണർത്തുന്നു. രാത്രിവാനിലെ നക്ഷത്രങ്ങൾ തന്നുടപ്പിറപ്പി മണ്ണിൽ വിടരുന്ന വെളുത്ത കാപ്പിപ്പൂക്കൾ. വിണ്ണിലെ പൂവിൻ മണം എന്തെന്നു തിരയുമ്പോൾ അത്രയും അസംബന്ധം എന്താവും അവൾക്കുള്ളിൽ. തലയിൽ പുഴുക്കൾ പോലരിക്കും ഭ്രാന്തിൻ മൂർച്ച, തനുവിൽ കുരുങ്ങാത്ത ബോധപ്രകാശത്തിൻ ജ്വരം. കൊട്ടാരമിറങ്ങുന്നു ഉടലിൻ പൂതൽ മരം. കെട്ടുപാടുകൾ പൊട്ടി കല്ലുമുള്ളുകൾ താണ്ടി മധ്യമമാർഗങ്ങളിൽ വിണ്ട കാലിലെ ചോര കൊണ്ടടയാളം വച്ചു പോവുന്നു യശോധര. ചിത്രം പോലല്ല വഴി, മുള്ളുകൾ നിറഞ്ഞിടം, ഇടറും ഇരുകാലും കുതിരും മഴയത്ത്. എരിവേനലിലോ തന്നി തളരും ദാഹത്തിനാൽ കല്ലുസൂചികൾ പോലെ പാൽവറ്റി മുലക്കാമ്പ് കണ്ടവൾ വഴികളിൽ 100 രാഹുലന്മാരെ. വൈരാഗമേയല്ല ഉന്മാദമാസക്തി, തന്നെത്താൻ അറിയാത്ത ദേശത്തേക്കൊഴുകുന്ന പുഴ തന്നൊഴുക്കവൾ. മനസ്സു പറക്കുന്ന മേഘമാണതിൽ തിങ്ങും മഴവെള്ളത്തിൻ ഗർഭം. തൻവഴി വരുന്നോർക്ക് തണല്, ആലിൻ പച്ച, വിണ്ണിലെ നക്ഷത്രങ്ങൾ നീന്തുന്ന തണ്ണീർ കണ്ണ്. അലിവിൻ പുഴ, പാത തൻ അനന്തത, പാതകൾ മഞ്ഞിൻ പാളി മൂടുന്ന മലകൾക്കുമപ്പുറം നീളുന്നവ. വൻമരങ്ങൾക്കു കീഴിൽ അണുപോലവനവൻ.
മണ്ണിൻ്റെ ആഴങ്ങളിൽ ഘനിക്കും വേരിൽ തൊടും സ്നേഹത്തിനുറവകൾ. ജ്ഞാനമുണ്ടനം ചെയ്ത ബോധിവൃക്ഷത്തിൻ ചോട്ടിൽ വെയിലു പുതച്ചവൾ ധ്യാനിപ്പൂ യശോദര. ഒരു കവിത കൂടെ ചൊല്ലാം. കവിതയുടെ പേര് രണ്ടു കൂട്ടുകാർ. രണ്ടു കൂട്ടുകാർ ഒടുക്കത്തെ ദിവസം ചെലവിട്ടത് മെരുക്കമുള്ള നായയെപ്പോലെ മെല്ലെ വാലാട്ടുന്ന ആ തടാകക്കരയിലാണ്. അതിൻ്റെ തണുത്ത മൂക്കിൽ കാലുമുട്ടിച്ച് ഉടലുരുമ്മി അങ്ങനെ ഇരുന്നപ്പോൾ കയ്യിലിരുന്ന കിഴങ്ങുകൾ തനിയേ വെന്തു. പങ്കുവച്ചു. കണ്ണിലെ തിളക്കങ്ങൾ വിണ്ണിലോട്ടു കടം കൊടുത്തു. രാത്രി മുല ചുരന്നു. തന്നെത്താൻ എന്ന വണ്ണം തുറവിയോടെ അവർ തമ്മിൽ മിണ്ടിയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ എന്തോ കുറവുണ്ടെന്ന് കണ്ടു. ആദി പാപം തൊട്ട് സകല വഞ്ചനയുടെയും കഥ അവരോർത്തു. കൊന്നും വെന്നും അതിരുവരച്ചുമാണ് ചരിത്രം ഉണ്ടാകുന്നതെന്ന് തമ്മിൽ പറഞ്ഞു. ഒറ്റുകൊടുത്തും ചോരയിൽ തഴച്ചും വളരാത്ത തങ്ങളുടെ കഥയില്ലായ്മയിൽ അവർ നിസാരരായി. സ്നേഹത്തിൻ്റെ നോവും നിറവും ചരിത്രത്തിൻ്റെ ആകാശത്ത് അപ്പൂപ്പൻ താടി പോലെ പറന്നു പോവുമെന്നവർ അരിശപ്പെട്ടു. കഥ ഇങ്ങനെ മതി, തുടരട്ടെ എന്ന് അത്രമേൽ നനുത്തിരുന്ന ആകാശവും തടാകവും കരഞ്ഞു. ആരു കേൾക്കാൻ? കൂടെയിരുന്നവൻ വഴുക്കുന്നൊരു മീനായി വെള്ളത്തിലേക്ക് കുതറി. ഒറ്റയ്ക്കായവൻ പകച്ചുപോയി. മീനുകളുടെ ഭാഷ അറിഞ്ഞുകൂടാത്തതിനാൽ ഉടൽ നുറുക്കി വെള്ളത്തിലിട്ടുകൊണ്ടേയിരുന്നു. അവൻ തിരികെ വന്ന് കൊത്തുമെന്ന് ഉള്ളു പിടഞ്ഞുകൊണ്ട്. താങ്ക് യു. അടുത്തതായിട്ട് അനിൽ കുറ്റീച്ചർ സാറിനെ ഏറെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും നമസ്കാരം. കവിതയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാലത്തൊക്കെയും പേരറിയാത്ത മുഖമറിയാത്ത ആരെങ്കിലും ഒരാൾ വീണ്ടും ഒരിടം തന്ന് പിടിച്ചിരുത്തുന്ന പതിവ് എനിക്കുണ്ട്. അങ്ങനെ തന്നെയാവാം ഈ WLF-ലും എനിക്കിടം കിട്ടിയത്. ആദ്യ കവിത കർക്കിടകം. ഏറെ നാൾ കൂടി പാതിരാവിൽ വീടിൻ്റെ പടി കയറി. ഏറെ നാൾ കൂടി പാതിരാവിൽ വീടിൻ്റെ പടി കയറി. ഒരു തുടൽ കിലുക്കം, ഒരു പരിചിതമാം ചുമ. അരണ്ട വെട്ടത്തിൽ തിണ്ണയിൽ ചുരുണ്ടവൻ പറഞ്ഞു, ഞാൻ പാവം ഭ്രാന്തൻ. അരണ്ട വെട്ടത്തിൽ തിണ്ണയിൽ ചുരുണ്ടവൻ പറഞ്ഞു, ഞാൻ പാവം ഭ്രാന്തൻ. പാണ്ഡമിറക്കി തിണ്ണയിൽ പടിഞ്ഞു. അവന് ഭ്രാന്തിൻ്റെ നാറ്റം, അതോ ബോധത്തിൻ്റെ മണമോ? അവന് ഭ്രാന്തിൻ്റെ നാറ്റം, അതോ ബോധത്തിൻ്റെ മണമോ? അവനൊരു ബീഡി ചോദിച്ചു. ഒന്നിച്ച് കത്തിച്ച് അടുപ്പം കാട്ടി. അവനൊരു ബീഡി ചോദിച്ചു. ഒന്നിച്ച് കത്തിച്ച് അടുപ്പം കാട്ടി. ആരാ? അവൻ ചോദിച്ചു. ഞാൻ ഇവിടുത്തെ ഇളയവൻ, അനിയൻ. ആരാ? അവൻ ചോദിച്ചു. ഞാൻ ഇവിടുത്തെ ഇളയവൻ, അനിയൻ. ഭ്രാന്തിൻ മൂളിയില്ല, ചിരിച്ചില്ല. അരണ്ട വെളിച്ചത്തിൽ ഇരുളിൽ ബീഡിപ്പുകയുടെ മേഘതടുക്കധാര. ഭ്രാന്തൻ മൂളിയില്ല, ചിരിച്ചില്ല. അരണ്ട വെളിച്ചത്തിൽ ഇരുട്ടിൽ ബീഡിപ്പുകയുടെ മേഘതടുക്കധാര. അച്ഛാ, ജനാല തുറന്നില്ല. അമ്മേ, വാതിൽ തുറന്നില്ല. പാതി മയക്കത്തിൽ ഏട്ടൻ വിളി കേട്ടു. തുടലിൽ എൻ്റെ ഇളയ അനിയനാ, ഭ്രാന്തനാ. ഉണർത്തല്ലേ, ഉണർന്നാൽ പിന്നെ ഉറങ്ങില്ല. ആരാ? ആരാ? ചേട്ടൻ ആവർത്തിച്ചു. ഭാണ്ഡമെടുത്ത് ഇരുൾ മുറിച്ച് നടയിറങ്ങി. ചുണ്ടിൽ ബീഡിപ്പുക. മറ്റൊരു ഭ്രാന്തൻ എന്ന പെറുപെറുപ്പ്. അടുത്ത കവിത മലയാളിയെ പറ്റിയുള്ളൊരു കവിത. സ്വപ്നങ്ങൾ എന്നാ പറയും കവിതയുടെ പേര്. കുതിരയെന്നോ കഴുതയെന്നോ സംശയം തോന്നുന്ന ഒരു ജന്തുവിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത ബസ്സിൽ കൂത്താട്ടുകുളത്ത് നിന്ന് ഓണക്കൂർ പാലം കടന്ന് തൃപ്പൂണിത്തുറയ്ക്ക് രാവിലെ 7:45 ട്രിപ്പിൽ ഏറ്റവും പിന്നിലത്തെ സീറ്റിൽ എന്നും ഉണ്ടാവും മാർക്കസ്. ലീവ് സ്റ്റോം കേണലിന്റെ മുഖം, കോളറ കാലത്തെ പ്രണയമെന്ന തലക്കെട്ടുള്ള മഞ്ഞയും ചുവപ്പും
തുറഞ്ചട്ടയാക്കിയ പുസ്തകത്തിന്റെ പാതി മറവിലൂടെ ഒലിക്കുന്ന പുഞ്ചിരി. വാളിയപ്പാടത്ത് എവിടെയോ വീട്, മണിമലക്കുന്ന് കോളേജിൽ പ്രീ ഡിഗ്രി, മഹാരാജാസിൽ ഡിഗ്രി, സൗത്തിൽ നിന്നും നോർത്തിലേക്ക് ഉച്ചച്ചൂടിൽ നടത്തം, ഇടയ്ക്ക് ശ്രീധറിൽ കുറഞ്ഞ ക്ലാസ്സിൽ ഒരു സിനിമ, മറ്റു ചിലപ്പോൾ ലെനിൻ സെന്ററിന്റെ വായനാമുറിയിൽ മാർക്കിസ് ഞാൻ അറിയും. ഒരിക്കൽ ബസ്സിൽ സീറ്റ് പങ്കിടുമ്പോൾ മുത്തച്ഛന്റെ ശതദിന യുദ്ധകഥ വിവരിച്ചത് ഓർമ്മയുണ്ട്. മറ്റൊരിക്കൽ അരക്കാറ്റക്കയിലാണ് ജനനമെന്നും കൊളംബിയ സർവകലാശാല തട്ടകമെന്നും വിവരിച്ചു. ഒരു വൈകുന്നേരം സഖാവ് വിജയന്റെ കൂടെ വിക്ടോറിയ കോളേജിന്റെ തിണ്ണയിൽ കവിത ചൊല്ലുന്നു. പേര് ചോദിച്ചപ്പോൾ സെപ്റ്റിമസ് എന്നുത്തരം. പാമ്പാക്കുടയിലും പിറവത്തും പാഴൂരും കൂണുമുളച്ച പോലെ ആരാധകരായപ്പോൾ ഒരു ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ച് തോറ്റു. പാർട്ടിക്കാരെ ധിക്കരിക്കുന്നതായി ഭാവിച്ച് മാലയിട്ടു മല ചവിട്ടി. ഇടയ്ക്കൊന്ന് പിറുപിറുക്കലിന് കാതോർത്തു. ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നു സന്ധ്യാചരമഗീതമായി അകന്നകന്നു പോമേതോ ലോകത്തിൻ കാൽച്ചിലമ്പൊലി. ഇപ്പോഴെന്താണ് എഴുത്ത്? യാത്രക്കിടയിൽ ഞാൻ ചോദിച്ചു. സുന്ദരികളും സുന്ദരന്മാരും വായിക്കുകയാണെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് ആരക്കൊന്ന് തിറങ്ങിപ്പോയി. തൃപ്പൂണിത്തറയ്ക്ക് 30 നാഴിക മുമ്പേ. താങ്ക് യു സാർ. ഇത് എൻ്റെ ഒരു കവിതാ സമാഹാരമാണ്. ഈ കവിതയുടെ സായാഹ്നത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കവിത ചൊല്ലണം എന്ന് ഒരാഗ്രഹം തോന്നി. 2016 ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇറങ്ങിയ സമാഹാരമാണ്. കവിതയുടെ സുവിശേഷം എന്നാണ് ഈ കവിതാ സമാഹാരത്തിൻ്റെ പേര്. ഇതിലൊരു 2 കവിത ചൊല്ലാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വയനാടിൻ്റെ ആത്മാവിലേറ്റ മുറിവാണ് എന്നും കർഷകരുടെ വേദന, അല്ലെങ്കിൽ അവരുടെ കടം മൂലമുള്ള ആത്മഹത്യകൾ. അതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു കവിതയാണ് ഇവിടെ ചൊല്ലുക. കടം. മുള്ളുകൊണ്ട് പോറല്ല പൊന്നെ, അടിവയത്തിൽ തൊഴിക്കല്ല കുഞ്ഞെ. മുള്ളുകൊണ്ട് പോറല്ല പൊന്നെ, അടിവയത്തിൽ തൊഴിക്കല്ല കുഞ്ഞെ. കരളറുത്തും തീർക്കാം ഈ കടം, പശു കൊന്നു പെറട്ടെ, കറവ തുടങ്ങട്ടെ. കയറിനില്ല പണം, കയറാനിനി ഇല്ലൊരേടം. പണ്ടേ മൂത്തതിന് പാതി പതിച്ചു കൊടുത്തതല്ലേ, മറുപാതി നാട്ടിലുള്ളോരറുത്തെടുത്തില്ലേ. മുള്ളുകൊണ്ട് പോറല്ല പൊന്നെ, അടിവയറ് കാലിയാ കുഞ്ഞെ. കാലിനാണി കൂടി വരുന്നേ, കാഴ്ചയാണേൽ കുറഞ്ഞു വരുന്നേ. അടുത്ത മാസം ഉറപ്പാ പശു പെറുമെന്നേ, പെറ്റാൽ കടം തീരുമെന്നേ. പോയി അടുത്ത മാസം വായോ, കാര്യം അപ്പോൾ തീരുമാനിക്കാമേ. 1-ാം തീയതി പിറന്നേ അന്ന് പശു പെറാതങ്ങ് പോയെന്നേ, കടമാണെ പെരുകിയെന്നേ. കടക്കാർ വരും മുമ്പേ കടുങ്കട്ടൻ കുടി കഴിഞ്ഞ് ഉള്ളിലേ ഇരുട്ടിലേക്ക് കഴുത്തു നീട്ടി അയാൾ പറഞ്ഞു, എടിയെ പശുവിന്റെ കയറിങ്ങെടുത്തേ. മറ്റൊരു കവിത, അത് പരാതം എന്നാണ് കവിതയുടെ പേര്. വീട്ടുമുറ്റത്തെ മൂവാണ്ടൻ മാവിലേക്കൊരു നാൾ ഇത്തിൽ കണ്ണി നാണമില്ലാതെ പടർന്നു കയറി. വീട്ടുമുറ്റത്തെ മൂവാണ്ടൻ മാവിലേക്കൊരു നാൾ ഇത്തിൽ കണ്ണി നാണമില്ലാതെ പടർന്നു കയറി. മാവ് അതിന്റെ മര്യാദ കൊണ്ടാവാം, എതിരൊന്നും പറഞ്ഞതുമില്ല. പുളിയുറുമ്പുകൾ നിരയായി നീങ്ങാറുള്ള ശിഖരങ്ങളിലേക്ക് ഇത്തിൽ മെല്ലെ വേരുകളാഴ്ത്തി. അത് പോരാഞ്ഞിട്ട് പലരും കാണെ മാവിനെ കെട്ടിപ്പുണർന്നുകൊണ്ടേയിരുന്നു. മാവിനാണെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്തേക്ക് ഇനി എങ്ങനെ നോക്കുമെന്നായിരുന്നു ആശങ്ക. എങ്കിലും ക്രമേണ ഇത്തിളിന്റെ സ്നേഹലാളനയോട് പൊരുത്തപ്പെട്ട് തനിക്ക് കിട്ടിയ ഭക്ഷണം അത്രയും അതിന് കൊടുത്തിട്ട് പരാതിയൊന്നും കൂടാതെ മാവ് പട്ടിണിയിരുന്നു. കിട്ടിയതൊക്കെ മുതലാക്കി ഇത്തിൽ വളരുകയും അതിനൊത്ത് മാവ് തളരുകയും ചെയ്തു. മാസങ്ങളും വർഷങ്ങളും പോയി. പതിവായി പൂക്കാറുള്ള മാവിപ്പോൾ കാര്യം പന്തിയല്ലെന്നറിഞ്ഞാവാം ഇത്തിൽ അടുത്ത മരത്തെ നോക്കി ഒരു കള്ളപ്പുഞ്ചിരി പാസാക്കി. താങ്ക് യു. ഇനി എനിക്ക് തോന്നുന്നു എല്ലാവരും കവിത വായിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇനിയും കവിതകൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് കവിത ചൊല്ലാനുള്ള അവസരങ്ങൾ ഇനിയുമുണ്ട്. എനിക്ക് തോന്നുന്നു ജനാധിപത്യത്തിന്റെ ഇടമാണ് കവിത. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ കവിതയുടെ ബലമെന്ന് പറയുന്നത്, കവികളുടെ ബലമെന്ന് പറയുന്നത് വായനക്കാരാണ്. അപ്പോൾ ഈ ജനാധിപത്യ സമൂഹത്തിലേക്ക് നിങ്ങൾക്ക് മൈക്ക് വിട്ടു തരികയാണ്.
നിങ്ങൾക്ക് കവികളോട് സംവദിക്കാം. നിങ്ങളുടെ കവിതയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഭാവി പ്രതീക്ഷകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കല്പങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് 6:50 വരെയാണ് സമയം പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പറയാം. തിരിച്ചു വരുമ്പോൾ മാഷിൻ്റെ ഒരു കവിതയും കൂടെ കേൾക്കാൻ എല്ലാവരും, ഒരു കവിതയല്ല, സമയം പോലെ കവിതകൾ കേൾക്കാൻ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇടപെടും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. മൈക്ക് ഒന്ന് കൈപൊക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുത്തോണം. ഓക്കെ, താങ്ക് യു. ഇതിൽ എനിക്ക് സംവദിക്കാനുള്ളത്, വീരാൻകുട്ടി സാറ് 25 വർഷം മുമ്പ് കവിത എഴുതിയപ്പോൾ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പം ഇതിൽ എന്തുകൊണ്ട് കവിത പിന്നോക്കം പോയി, അല്ലെങ്കിൽ സ്കൂളുകളിൽ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു ചോദ്യം. സ്കൂൾ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ സ്കൂളിന് കഴിയില്ല. സമൂഹം കവിതക്കും കവികൾക്കും നൽകുന്ന സ്ഥാനം എന്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ? ഇതൊരു ഉത്തരേന്ത്യൻ മുഷായിറയാണെങ്കിൽ ഓരോ ഈരടികൾക്കും ഇവിടെ പൊങ്ങുന്ന ആവേശം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സ്ക്രീനിലൂടെ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കവികൾ കവിത അവതരിപ്പിക്കുമ്പോൾ വയനാടിൻ്റെ തണുപ്പ് നമ്മുടെ കയ്യടികളിലും ഉണ്ടാവുകയാണ്. ഇതിനേക്കാളും തണുത്ത ടെമ്പറേച്ചറിൽ ഉത്തരേന്ത്യയിലെ കവിതകൾ അവതരിപ്പിക്കുമ്പോൾ കവികൾ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നതെന്നും മലയാളത്തിലെ കവിയരങ്ങുകളിൽ എങ്ങനെയാണ് കവികൾ സ്വീകരിക്കപ്പെടുന്നത് എന്ന് നോക്കിയാൽ അതിൻ്റെ ഉത്തരം കിട്ടും. നമ്മുടെ സമൂഹം എങ്ങനെയാണോ. രണ്ടാമത്തത്, കവിതയെ എപ്പോഴും ഒരു ഇൻഫീരിയർ ക്വാളിറ്റി രൂപത്തിൽ, ഇപ്പം ഇവിടെ തന്നെ അച്ഛൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളുകളാവണം. ഇതൊരു ഫാലസിയാണ്. കവിത എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ എക്സ്പ്രഷനാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ഫാലസി നമുക്കുണ്ടായിട്ടുണ്ട്. ആക്ച്വലി കവിത, പോയട്രി ഈസ് എ ഹൈലി ഇന്റലക്ച്വൽ ഫോം. ഇപ്പൊ ഫ്രോസ്റ്റൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എ പോയട്രി ഈസ് ഇമോഷൻ ഹാസ് ടു ഫൈൻഡ് ദ തോട്ട് ആൻഡ് ദ തോട്ട് ഹാസ് ടു ഫൈൻഡ് ദ വേർഡ്സ്. ഇതാണ് പോയട്രി. അപ്പൊ അവിടെ വളരെ വലിയൊരു തോട്ട് പ്രോസസ്സിലൂടെ വരുന്ന ഒരു പ്രൊഡക്ഷൻ ആണെന്നും ഹൈലി ഇന്റലക്ച്വലായി വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കവിത എന്നും, അതുകൊണ്ട് തന്നെ കവി എന്ന് പറഞ്ഞാൽ ഒരു ഇന്റലക്ച്വൽ ആണ് എന്ന രൂപത്തിലേക്ക് നമ്മുടെ സ്കൂളുകളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. റോങ് മെസ്സേജസ് ആണ് കവിതയെക്കുറിച്ച് കവികൾ തന്നെ പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഇതെന്റെ ഒരു വ്യൂ ആണ്. വീരാൻകുട്ടി സാറിന് വേണമെങ്കിൽ ആ വിഷയത്തിൽ പ്രതികരിക്കാവുന്നതാണ്. ഷഫീഖ് പറഞ്ഞതിൽ മറുപടിയായിട്ടൊന്നും പറയാനില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഈ ഓരോ സമൂഹത്തിനും കവിതയോടുള്ള സമീപനത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗസൽ അല്ലെങ്കിൽ മുഷായിറ പാരമ്പര്യം അല്ലെങ്കിൽ ഹാസ്യ കവി സമ്മേളനമൊക്കെയുള്ള ഉത്തരേന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകളെ കവിത കേൾക്കാൻ വരും. ഞാനും കേൾക്കാൻ പോയിട്ടുണ്ട് പണ്ട് രാജസ്ഥാനിലൊക്കെ, അവിടെ ജോലി ചെയ്യുന്ന സമയത്ത്. വളരെ ലൈറ്റായിട്ടുള്ള കവിതകളാണ് അവർ ചൊല്ലുക, പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന കവിതകളും. പക്ഷെ അവിടെ അത് സ്വീകരിക്കുന്നതിൻ്റെയും അതിന് പ്രതികരിക്കുന്ന രീതി വേറെയാണ്. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് കവിത റീഡിങ്ങിൻ്റെ ഒരു കൾച്ചറാണ് നമ്മുടേത്. വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യത്യാസം കൊണ്ടായിരിക്കണം അതങ്ങനെ ഫീൽ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. പിന്നെ സ്കൂളുകളിൽ കുട്ടികളിൽ കവിത അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്നുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് എനിക്കില്ല. പക്ഷേ ചില സാന്ദ്രതയിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാദിർ തലപ്പുഴ. ഞാൻ കുട്ടികളിൽ നിന്ന് കവിത നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു സംഭവം ഉയർന്നു വന്നുകൊണ്ട് മാത്രം ഇടപെട്ടതാണ്. ഇന്ന് ഞങ്ങൾ മാനന്തവാടിയിൽ സർഗോത്സവം നടക്കുന്നുണ്ട്. സംസ്ഥാനതല കലോത്സവമാണ്. അതിൽ ഗോത്രവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള MRS വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കലോത്സവമാണ്. ഞാനും മുഹമ്മദ് അലി മാഷും ആലീസ് ടീച്ചറായിരുന്നു അവിടെ രചനാ മത്സരങ്ങളുടെ ജഡ്ജായിട്ട് പോയിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് എത്താൻ പറ്റുള്ളൂ. ഞങ്ങളതിന് ജഡ്ജായിട്ട് ചെല്ലുന്ന സമയത്ത് സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. ആ സമയത്തൊരു ചർച്ച ഉയർന്നു വന്നു. ആ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾ ആയതുകൊണ്ട് വിഷയത്തിൽ ഒരു പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളൊരു ചർച്ച വന്നു. അപ്പം ഞാൻ അസന്നിഗ്ധമായി പറഞ്ഞു, ഞാൻ മുമ്പും ഇവരോട് സംസാരിച്ചിട്ടുണ്ട്, അത്തരം MRSലൊക്കെ പോയി സ്ഥിരമായി സംസാരിക്കുന്നുണ്ട്, യാതൊരു പേടിയും വേണ്ട, നമുക്ക് നല്ല ഒരു സബ്ജക്റ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് കൊടുത്തു.
മത്സരം കഴിഞ്ഞു. മുഹമ്മദ് മാഷ് ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് പറയാൻ പറ്റും. അലിസ് ടീച്ചറും ഉണ്ട്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കവിതകളാണ് ഉണ്ടായിരിക്കുന്നത്. അതും നമ്മളാകെ വിചാരിച്ച് നമ്മുടെ എവിടെയോ ഉള്ള ബോധതലത്തിൽ അങ്ങനെ പരിഗണിച്ചാൽ മതി, അങ്ങനെ കണ്ടാൽ മതി എന്ന് ഈ സിവിലൈസ്ഡായിട്ട് നമ്മൾ പോലും, നമ്മുടെ ഉള്ളിൽ പോലും അങ്ങനെ ചിന്ത വരുന്ന സമയത്ത് അവരെ നമ്മൾ വിസ്മയിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ കവിത എഴുതുന്നുണ്ട്, നന്നായിട്ട് എഴുതുന്നുണ്ട്, അവർ കവിതയുടെ കൂടെ വരുന്നുണ്ട്, നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്നുകൊണ്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ആശങ്കപ്പെടുന്നത്. അവരുടെ ലോകം വേറെയാണ്. അവർ മൊബൈൽ ഫോണിൽ ജനിച്ചവരാണ്, നമ്മൾ മൊബൈൽ ഫോണിലേക്ക് കടന്നു ചെന്നവരാണ്. ആ രണ്ട് കൾച്ചർ പലയിടങ്ങളിലും എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്, അവരുമായി സംസാരിക്കുമ്പോഴൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ മുൻവിധിയോട് കാണണ്ട എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കവിത നന്നായി സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അനാവശ്യമായി ചർച്ച ചെയ്ത് വഷളാക്കുകയാണ് അല്ലേ സംഭവിക്കുക. ഓക്കെ, അടുത്ത് മൈക്ക് കൈമാറുകയാണ്. നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു. അതിനാൽ ഇത് അവസാനത്തെ ഒരു അവസരമായിരിക്കും. 50 വരെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യത്തിന് ശേഷം വീരാൻകുട്ടി മാഷ് കവിത ചൊല്ലുന്നതായിരിക്കും. അതോടുകൂടി നമുക്ക് വേണ്ടി പോയി. ഇപ്പോൾ ഇവിടെ കവിത കേട്ടതുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്. ഇപ്പോൾ ഷഫീഖ് നമ്മുടെ സുഹൃത്തും മറ്റൊരു സുഹൃത്തും ഒക്കെ പറഞ്ഞത്, പിന്നെ ഷഫീഖ് പറഞ്ഞത് കവിതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ 7 കവികളും കവിത ചൊല്ലി. അപ്പോൾ അതിൽ തന്നെയുണ്ട് ഭാവിയുടെ സൂചകങ്ങൾ. മനോഹരമായ കവിത എന്ന വാക്ക് മാറ്റിയിട്ട് ശക്തമായ കവിതകളാണ് അതൊക്കെ. ശക്തമായ ഒരു കവിത ശക്തമാവുമ്പം ഒരു ജീവിതം എവിടെയോ നമ്മൾക്ക് പിറകിൽ സംഘർഷഭരിതവും ശക്തവുമാവുന്നുണ്ട് എന്നൊരു സത്യം തന്നെയാണ്. ഇവിടെ 7 ഇതിലും മൗലികതയുണ്ട്. അപ്പോൾ പിന്നെ ഈ 7 മതി, 70,000 ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധാനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത്തരം ആശങ്കകൾ വേണ്ട. പിന്നെ ഇതിപ്പോൾ ജനകീയമാവുകയും കലാലയങ്ങളിൽ മുഴുവൻ കവിത വ്യാപിക്കുകയും ചുമരുകളിലെല്ലാം ഞാൻ വീരാൻകുട്ടിയുടെ കവിത വരുന്ന ചുമരുകളിലുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ ഒരു സംഘാടകർ എഴുതിയതാണ്. പക്ഷെ അങ്ങനെ ആവശ്യമില്ല. ഇതിപ്പം ഒരു സംസ്കൃതിയാണ്. മലയാളിയുടെ കാവ്യ ആസ്വാദനം ഒരു സംസ്കൃതിയുടെ ഭാഗമാണ്. അപ്പം അത് മൗന സംവാദങ്ങളാവും. പക്ഷെ അത് വലിയ അനുരണനങ്ങൾ ആന്തരികമായി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ പ്രതിഫലനമാവാൻ നമ്മുടെ ഒത്തുകൂടെ. ഇപ്പം ഞങ്ങളൊക്കെ വന്നത് എവിടുന്നാണ്? മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഈ രാത്രി വയനാടിൻ്റെ കുളിരിലും തണുപ്പിലും നിന്നിട്ട് ഇനി നാളെ പോകണോ ഇതും കൂടി കേട്ടിട്ട് കുറേ അർജൻറ്റുകളുണ്ട്. നമ്മളൊക്കെ കുടുംബം നോക്കുന്ന ആൾ. ഞങ്ങൾ 4 പുഷ്പ, എൻ്റെ പിന്നിലെ അഡ്വക്കേറ്റ്, അദ്ദേഹത്തിന് കേസുകൾ ഒരുപാടുണ്ട്, ഷഫീഖ്. അപ്പോൾ ഇത് ചെറിയൊരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ ഇത് സർഗാത്മകത നമുക്ക് ചുറ്റും ഒരു ചൈതന്യമായി ഉണ്ട് എന്നതാണ് ഒരു സത്യം. അപ്പോൾ ഒന്നിനെക്കുറിച്ച് നമ്മൾ ബേജാറാവേണ്ട. നാം നമ്മുടെ കർമ്മപഥങ്ങളിലൂടെ മുന്നോട്ട് പോവുക. കവിതയായാലും എഴുത്തായാലും സംവേദനമായാലും സംഘാടനമായാലും എല്ലാം എന്ന് ഒരു ആശംസ. താങ്ക് യു സാർ. നല്ല ഒരു ശുഭപ്രതീക്ഷയോടുകൂടെ അല്ലെങ്കിൽ പ്രോത്സാഹനത്തോടുകൂടെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിരാമം ഇട്ടതിന് മാഷിൻ്റെ കവിത കേട്ടുകൊണ്ട് മധുരപരമായി സായാഹ്നം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കാം. താങ്ക് യു. ഞാൻ ചൊല്ലി തുടങ്ങുന്ന സമയത്ത് എല്ലാവരും എത്തിയിരുന്നില്ല, പിന്നെയാണ് കുറേ പേര് വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല, അവർക്ക് വേണ്ടി കൂടി 2-3 കവിത, ചെറിയ കവിത വേഗം അവസാനിപ്പിക്കാം. അവിശ്വാസം എന്ന് പറയുന്നൊരു കവിത. അവിശ്വാസം. ആരെങ്കിലും ഒരാൾ വീണ്ടും വോട്ട് ചെയ്താലോ എന്ന സംശയത്തിൽ സർവരുടെയും വിരലിൽ മഷി കുത്തുന്നു. ആരെങ്കിലും ഒരാൾ വീണ്ടും വോട്ട് ചെയ്താലോ എന്ന സംശയത്തിൽ സർവരുടെയും വിരലിൽ മഷി കുത്തുന്നു. ഒരു വ്യാജൻ എപ്പോഴും കടന്നു വരാമെന്ന സാധ്യത വെച്ച് എല്ലാവരെയും അടയാള പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഒരാൾ നുണ പറഞ്ഞേക്കാമെന്നതിനാൽ സർവരെയും സത്യപുസ്തകം തൊട്ട് ആണയിടുവിക്കുന്നു. വ്യവസ്ഥ ഒരു സംശയരോഗി. വ്യവസ്ഥ ഒരു സംശയരോഗി. അതിനാരെയും വിശ്വാസം പോരാ, സ്രഷ്ടാവിനെ പോലും. എന്നിട്ടും അതിന്മേലുള്ള അചഞ്ചലമായ വിശ്വാസം നാം പ്രഖ്യാപിക്കുന്നു, ദൈവനാമത്തിലും മനസാക്ഷിയുടെ പേരിലും. എന്നിട്ടും അതിന്മേലുള്ള വിശ്വാസം അചഞ്ചലമായ വിശ്വാസം നാം പ്രഖ്യാപിക്കുന്നു, ദൈവനാമത്തിലും മനസാക്ഷിയുടെ പേരിലും. ഇവിടെ ഒരു ഇൻസ്റ്റഗ്രാം തലമുറയുണ്ട്, അവർക്ക് വേണ്ടി 2-3 ചെറിയ കവിതകൾ ചൊല്ലാം. ചെറിയ കവിതകൾ.
നിന്നെ കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ ചിമ്മിപ്പോകുന്നു. ഈ കുഞ്ഞളുക്കിൽ ചെറിയ രത്നമേ കൊള്ളൂ. നിന്നെ കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ ചിമ്മിപ്പോകുന്നു. ഈ കുഞ്ഞളുക്കിൽ ചെറിയ രത്നമേ കൊള്ളൂ. നീ അടുത്തുള്ളപ്പോൾ നീരാവിയാകുന്ന വെള്ളമാണ് ഞാൻ. നീ പോയി കഴിയുമ്പോൾ മഞ്ഞുകട്ടയായി ഉറയുന്ന അതേ വെള്ളം. നീ അടുത്തുള്ളപ്പോൾ നീരാവിയാകുന്ന വെള്ളമാണ് ഞാൻ. നീ പോയി കഴിയുമ്പോൾ മഞ്ഞുകട്ടയായി ഉറയുന്ന അതേ വെള്ളം. തികയാതെ നീയും ഞാനും മാത്രമാകുമ്പോൾ രണ്ടെന്ന അക്കം പോലും എത്ര അധികം എന്ന് തോന്നും. നീയും ഞാനും മാത്രമാകുമ്പോൾ രണ്ടെന്ന അക്കം പോലും എത്ര അധികം എന്ന് തോന്നും. മൂന്ന് തീരെ വേണ്ടെന്നും. എന്നാൽ എന്നോട് എത്ര സ്നേഹമെന്ന് നീ ചോദിക്കുമ്പോൾ അക്കങ്ങളുടെ അനന്തതയത്രയും എനിക്ക് തികയാതെ വരുന്നു. എന്നാൽ എന്നോട് എത്ര സ്നേഹം എന്ന് നീ ചോദിക്കുമ്പോൾ അക്കങ്ങളുടെ അനന്തതയത്രയും എനിക്ക് തികയാതെ വരുന്നു. ഫയർ സർവീസ്. കണ്ണുകളെ ജലസംഭരണിയാക്കി വെച്ചത് നന്നായി. നെഞ്ചിൽ തീയുള്ള നിനക്ക് അത് ഉപകരിച്ചേക്കും. എരിതീയിൽ എന്നിലെ തീ അണയ്ക്കാനുള്ള ജലവുമായി നീ വരുമെന്ന് ഞാൻ കരുതി. നീ കൊണ്ടുവന്നത് എണ്ണയായിരുന്നു. 2-3 ചെറിയ കവിതകളോട് വായിച്ച് അവസാനിപ്പിക്കാം. അപരിചിത. കണക്ക് പരീക്ഷയ്ക്ക് വൃത്തം വരയ്ക്കാൻ കോമ്പസ് ഇല്ലാതെ കുഴങ്ങിയ എനിക്ക് മുന്നിൽ കുപ്പിവള ഊരിവെച്ച് എഴുന്നേറ്റുപോയ ആ നീ ആരായിരുന്നു? കണക്കു പരീക്ഷയ്ക്ക് വൃത്തം വരയ്ക്കാൻ കോമ്പസ് ഇല്ലാതെ കുഴങ്ങിയ എനിക്ക് മുന്നിൽ കുപ്പിവള ഊരിവെച്ച് എഴുന്നേറ്റുപോയ ആ നീ ആരായിരുന്നു? ജയഹേ. ദേശീയ ഗാനത്തിൻ്റെ വില ശരിക്കും അറിയുന്നത് കുഞ്ഞുങ്ങളാണ്. എന്നും അത് പാടിത്തീരുന്ന മുറയ്ക്ക് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അവസാനത്തെ കവിത പുസ്തകമായി വരുന്നുണ്ട്. ഇതെവിടെയും പ്രസിദ്ധീകരിക്കാത്ത കവിതകളാണ് ഇതെല്ലാം. അഴകിനെ എങ്ങനെ നിർവചിക്കും? ആയുധമേന്തിയ കൈകളേക്കാൾ അഴകുണ്ട് ഹസ്തദാനത്തിനായി നീളുന്ന കൈകൾക്ക്. അഴകിനെ എങ്ങനെ നിർവചിക്കും? ആയുധമേന്തിയ കൈകളേക്കാൾ അഴകുണ്ട് ഹസ്തദാനത്തിനായി നീളുന്ന കൈകൾക്ക്. ഈ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധികൾ എത്രയും പെട്ടെന്ന് പൊതുജന സമൂഹത്തിന് ലഭ്യമാക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റോടുകൂടി ഇന്നത്തെ ഈ കവിതയുടെ സായാഹ്നം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ വന്നു ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒപ്പം കവിതകൾ അവതരിപ്പിച്ചവർക്കും സ്നേഹം, ഒരു നല്ല സന്ധ്യ ആശംസിക്കുന്നു. താങ്ക് യു.